അങ്ങനെ 5 ദിവസമായിട്ട് എനിക്ക് സെയിൽ നടന്നിട്ടില്ല. 6ാമത്തെ ദിവസം എനിക്ക് ആ 1 ക്യാരറ്റ് ഡയമണ്ട് സെയിൽ നടന്നു. ആ 1 ക്യാരറ്റ് ഡയമണ്ടിൽ നിന്നാണ് ഞാൻ സ്റ്റോൺ എന്ന് പറയുന്നത്, ഡയമണ്ട് എന്ന് പറഞ്ഞ ബിസിനസ്സിലേക്ക് ഞാൻ എടുത്തു വെക്കുന്ന കാല്. ചില ആൾക്കാർ പറയും, വിശ്വാസത്തോടെ പറയുമ്പോൾ പറയും, ചില നാളുകാർക്ക് ഡയമണ്ട് നെക്ലസ് ചേരില്ല, ഇത്ര ഏജിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡയമണ്ട് കൊടുക്കരുത് എന്നും പറയും, ഇന്ന നക്ഷത്രക്കാർക്ക് കൊടുക്കരുത്. ഇതൊക്കെ പറയുന്നത് അതിനകത്ത് സത്യമുണ്ടോ? ചിലർ പറയും ആർക്കും ഇടാം ഡയമണ്ട് എന്നും പറയുന്നവരുണ്ട്. ഡയമണ്ടിന്റെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് എല്ലാം 10 സെന്റ് 15 സെന്റ് 5 സെന്റ് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 5 ക്യാരറ്റിന്റെ ഡയമണ്ടിന്റെ ഒരു ഇത് വെച്ചിടാൻ പറ്റുമോ ആർക്കെങ്കിലും? അത് 5 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അതിന് നല്ല ഒരു ലോക്കറ്റ്. പക്ഷെ ഇത് ചെയ്താലും അടി സൈഡ് എപ്പോഴും പ്ലാറ്റഡ് ആയിരിക്കും. ഒരുപാട് റിസ്ക്കും ഉണ്ട് അല്ലേ? ഇപ്പൊ ലൈഫിലെ ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞത് തന്നെയായിരിക്കും. ലൈഫിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും ലൈഫിലെ ഏറ്റവും വലിയ പാഠം പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. പുള്ളി ആദ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നൊരു ഡയമണ്ടാണ് എൻ്റെ ഡയമണ്ട് ബിസിനസിന്റെ യാത്ര. 1 ക്യാരറ്റിന്റെ ഒരു ഡയമണ്ട് എനിക്ക് പുള്ളി സെയിൽ ചെയ്യാൻ വേണ്ടി തന്നു. ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ ഈ ജെം സ്റ്റോൺ ആയിട്ടാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഈ ധരിച്ചിരിക്കുന്ന ഇതിപ്പോ എമറോൾഡ്, ഇതിന്റെ അടിസൈഡ് പൊള്ളയാണ്, അത് തുറന്നിരിക്കുക. അപ്പൊ ഈ സ്റ്റോണിന്റെ അകത്ത് ഉണ്ടാവുന്നത് ദൈവികമായിട്ടുള്ള കാര്യമല്ല. റിയാലിറ്റിയിൽ എമറോൾഡ് എന്ന് പറഞ്ഞ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഒരു ആൽക്കൈൻ ഉണ്ട്. കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ പീരിയോഡ് ടേബിളിൽ പഠിക്കില്ലേ, ഇതിന് അലുമിനിയം ഓക്സൈഡിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ കാർബണിന്റെ കണ്ടന്റ് ഇതൊക്കെ അടങ്ങുന്നതാണ്. ഇപ്പൊ കാർബൺ ആണ് ഡയമണ്ട്സിലുള്ളത്, എമറോൾഡ് അലുമിനിയം ഓക്സൈഡ് ആണ്. പ്രകാശം ഡയറക്റ്റ് ഇതിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇതിലേക്ക് ഒരു എനർജി ഫോർവേഡ് ചെയ്യാൻ കഴിയും. എന്താ? തെറാപ്പി. അറ്റ് പ്രസന്റിൽ എന്തുണ്ടോ അതാണ് ഒരു ബിസിനസ്സുകാരൻ. അവന് നാളെ ഫ്യൂച്ചറിൽ എന്തുണ്ടാവുന്നു എന്നുള്ളതല്ല, മുന്നേ എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല. കുറച്ച് കാലം മുമ്പ് ഞാൻ ആനപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ പോകുന്നത് ഓട്ടോറിക്ഷയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് അല്ല, അത് പരാജയമാണ്. പക്ഷെ ഓട്ടോറിക്ഷയിൽ നിന്ന് വന്നിട്ട് ആനപ്പുറത്ത് പോകാൻ സാധിക്കുന്നതാണ് സക്സസ്. അപ്പോൾ ആ സക്സസ്സിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മില്ലനൈസ് കേരളയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ അഭിലാഷ് ബി. അഭിലാഷ്, നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, ഡയമണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് എക്സ്പെൻസീവ് ആണ് എന്ന് എല്ലാവരും പറയും. അതിൽ തന്നെയും ഏറ്റവും എക്സ്പെൻസീവായ ഒന്നാണ് കോഹിനൂർ ഡയമണ്ട്സ് ഒക്കെ അല്ലേ? എന്നാൽ അതിനെക്കാട്ടിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ലോകത്ത് തന്നെ അത്യപൂർവമായിട്ട് വളരെ വിരളമായിട്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പല കളറുകളിലുള്ള ഡയമണ്ട്സ് എല്ലാം. ഇന്ന് അത്തരത്തിലുള്ള ഡയമണ്ട്സ് നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഡയമണ്ട്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ് അഭിലാഷ്. അഭിലാഷ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പലർക്കും അറിവ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡയമണ്ട്സുകളിൽ കളറുകളുണ്ട് എന്നുള്ളത് പോലും. എല്ലാവരുടെയും മനസ്സിൽ ഡയമണ്ട് എന്ന് പറയുമ്പം കളർലെസ് ആയിട്ടുള്ളതെന്ന് തന്നെയാണല്ലോ. അതിൽ തന്നെയും ഏറ്റവും വിരളമായിട്ടുള്ള, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ കളറുകളിലുള്ള ഡയമണ്ട്സ്. അഭിലാഷ് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആരും ഡയമണ്ട്സോ സ്റ്റോൺസിനെ കുറിച്ചോ യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത ആൾക്കാരാണ്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കർഷകനായിട്ടുള്ള ഒരു ഫാദറും ഹൗസ് വൈഫായിട്ടുള്ള മദറുമാണ്. ജ്വല്ലറിയുടെ പാരമ്പര്യം ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പലർക്കും പല പ്രൊഫഷനോടായിരിക്കും ആഗ്രഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിയുമ്പോൾ ഈ കല്ലുകളെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള ഒരു ആകാംക്ഷ ഉണ്ടായി. ഏത് പ്രായത്തിൽ? ഞാനൊരു +2 ലൈഫ് കഴിയുമ്പം തന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ ഈ 1 ക്യാരറ്റ് 2 ക്യാരറ്റ് ഈ ജോത്സ്യന്മാർ കൊടുക്കുന്ന സ്റ്റോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ കയ്യിലും കാണുമ്പോൾ അന്ന് നമുക്കത് മേടിക്കാൻ പോലും നിർവാഹമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള തീരുമാനം എടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ പോയിട്ട് ഡയമണ്ട്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വിലയുള്ള ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്സുകളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ല. അതിന് നമുക്ക് നോർമൽ പ്രൊസീജിയർ മാത്രം, പ്രാക്ടിക്കലായിട്ടുള്ള പ്രൊസീജിയർ കിട്ടത്തില്ല. തിയററ്റിക്കലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലാബുകളും ഇന്ന് GAയുടെ ലാബൊക്കെ നമുക്ക് പഠിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ ഇത് കാണണമല്ലോ, എൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ഇതിനെങ്ങനെ. അപ്പോൾ ഇത് മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതിന് മുന്നേ ചോദിച്ചോട്ടെ, ഈ ആകാംക്ഷ വരാൻ കാരണം ആരുടെയെങ്കിലും കൈകളിൽ ഈ അന്നൊക്കെ നവരത്നങ്ങൾ ഇടുന്നവർ ഒരുപാട് പേരുണ്ടാവും, കല്ലുകൾ വിശ്വാസത്തോടെ ധരിക്കുന്നവരുണ്ടാവും. അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ കൈകളിൽ ഇത്തരത്തിലുള്ള കല്ലുകളുള്ള മോതിരം കണ്ടുകൊണ്ടുള്ള ഒരു ഫാൻസി, അങ്ങനെ തോന്നിയ ഒരു അട്രാക്ഷൻ ആണോ? അത് ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഞാൻ 1989 കിഡ്സ് ആണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ സൗന്ദര്യമുള്ളൊരു കാലഘട്ടമാണ്. കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അന്ന് മൊബൈൽ ഫോണിന്റെ യൂസേജോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അന്ന് ഒരു രത്നമൊക്കെ ധരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഹെവി റിച്ച് ആണ്.
അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിലേക്ക് ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് നോക്കും, ഫോക്കസീവ് ആവും പെട്ടെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആ സമയം അറിയാമല്ലോ. ഇപ്പം നമുക്കില്ലാത്തൊരു സാധനം മറ്റുള്ള നമുക്കൊരു ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു ആഗ്രഹം നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ആഗ്രഹം വരുമ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോലും പറ്റത്തില്ല. നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് അതുപോലത്തെ ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി നമ്മൾ നോക്കണ്ടേ. അപ്പം നമ്മളെ കൊണ്ട് നമ്മളെ മനസ്സിൽ ആഗ്രഹങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ വീടിൻ്റെ കുറച്ച് ബേക്ക് സൈഡിൽ കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കല്ല് പൊട്ടിച്ചിട്ടാണ് അന്ന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊട്ടിയ ഭാഗത്തിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു കളർ ചേഞ്ചുള്ള, അതായത് വൈറ്റ് കളർ അല്ലാത്ത ഒരു ചേഞ്ചുള്ള ഒരു സ്റ്റോൺ പീസ് വന്ന് വീഴുകയുണ്ടായി ഞാനും അച്ഛനുമായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ചെറിയ പീസാണ്. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല റിഫ്ലക്ഷനാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിൽ അന്ന് ഈ അരണക്കല്ലെന്നൊക്കെ പറയും. ഈ സത്യം പറഞ്ഞാൽ ഈ പണ്ടത്തെ കാലത്ത് ഈ അരണക്കല്ലെന്ന് പറയുന്നത് ക്യാറ്റ്സയാണ്, വൈഡൂര്യത്തെയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. അന്ന് റേറ്റും വിലയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വിലയാണെന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതാണോ, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതാണോ സാധനം എന്നിങ്ങനെ നോക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് ആ സാഹചര്യത്തിൽ നോക്കിയപ്പോൾ എനിക്കതിൽ നിന്നും ഒന്നും മനസ്സിലായില്ല. ഒരു റിഫ്ലക്ഷൻ, കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്, ശരി ഓക്കെ എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ അത്യാവശ്യം മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം +2 കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ അമ്മയ്ക്ക് ഞാനും അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയവും കൂടി നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്തെ. അപ്പോൾ അമ്മയ്ക്ക് ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ അച്ഛൻ്റെ ലൈഫ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ഞാൻ മൂത്ത മോനാണ്. അപ്പം മോൻ എന്തായാലും ഒരു സ്ട്രക്ചറലായിട്ട് നല്ല ഉയർന്ന് നിൽക്കണമെന്നും ഒരു ബിസിനസ്സുകാരനാവണമെന്നും അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലി കിട്ടണമെന്നും പറഞ്ഞിട്ട് എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞു. നല്ല മാർക്കോട് കൂടിയിട്ട് ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു പ്രൊഫഷനിലേക്ക് എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് നടത്തി. അതാണ് എൻ്റെ അമ്മയോട് എനിക്ക് അതിയായ സ്നേഹം. അച്ഛൻ നോർമൽ ഒരു ഡിഗ്രി ലൈഫിലേക്കാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ, സാധാരണ കോളേജിൽ പോയിട്ട് ആ ഒരു ലൈഫിലേക്കാണ് ഞാൻ പോകുമായിരുന്നെങ്കിൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ CPM-ൽ നിന്നാണ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങി. അത് കഴിഞ്ഞാൽ കോൺഗ്രസ്സിലേക്ക് വരുന്നു. അപ്പോൾ എൻ്റെ രാഷ്ട്രീയം അങ്ങ് തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് പോകണം. എൻ്റെ 5ാം ക്ലാസ് തൊട്ടേ ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ +2 വരെ രാഷ്ട്രീയ ലൈഫിലേക്ക് ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റീവാണ്. കാര്യം നമ്മുടെ പിതാവ് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലേക്ക് അവർ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും. തീർച്ചയായിട്ടും. അങ്ങനെ എൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയക്കാരനുണ്ട്. അപ്പം ഞാൻ ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു എൻട്രൻസ് വേണമായിരുന്നു, ഓൾ ഇന്ത്യ എൻട്രൻസ്. അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പം നോക്കുമ്പോൾ തന്നെ ചിരിക്കും, ഇയാൾ എന്തിനാണ് അവിടെ പോയിട്ട് ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു എന്ന് ചിന്തിക്കും. അപ്പോൾ ചില ആൾക്കാർ, നമുക്ക് ഈ ആൾക്കാർ പറയുന്നതിനൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു, എനിക്കൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു എൻട്രൻസ് എഴുതി. അങ്ങനെ ഞാൻ ഹൈദരാബാദ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫ്ലൈയിങ് ചീഫ് ഇൻസ്ട്രക്ടറായിട്ടുള്ള ക്യാപ്റ്റൻ മമത ഫ്ലൈടെക് ഏവിയേഷൻ അക്കാഡമി എന്ന കോളേജിലേക്ക് ഞാൻ പൈലറ്റ് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതായിരുന്നു അമ്മയുടെ താല്പര്യം. അപ്പം അമ്മയുടെ പേര് ശാന്ത, അച്ഛൻ ബാലകൃഷ്ണൻ. അങ്ങനെയാണ് എൻ്റെ പേരിൻ്റെ കൂടെ ബാലകൃഷ്ണൻ എന്നുള്ള കാര്യവും വന്നത്. അച്ഛനെ അതിയായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടു പോയപ്പോൾ അച്ഛൻ്റെതായിട്ടുള്ള സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മകനാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ഒന്നിൻ്റെയും വില അറിയില്ല. അപ്പോൾ ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് അവരാരാണ്, നമുക്ക് കാര്യം എന്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഉള്ളപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ കൂടെ ചേർത്തു. അപ്പം ചില ആൾക്കാർ പറയും അവൻ കുറച്ച് പവർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ആരെയും ബോധിപ്പിക്കാനല്ല. നമ്മുടെ അച്ഛനാണ്. നമുക്ക് ഈ ലോകത്ത് അച്ഛാന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ അച്ഛനാണ്, നമ്മളെ ജനിപ്പിച്ച ആളാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും കൂടെ ചേർത്തില്ലെങ്കിൽ ഞാനെന്ത് മകനാ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ പുതിയൊരു സ്ട്രക്ചർ കാണും, ഫ്ലൈറ്റ്, പിന്നെ വേറൊരു ക്യാമ്പസ്, ഭയങ്കര അച്ചടക്കം. അപ്പോൾ നമ്മളിവിടെ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലവുമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ തെലുങ്കാനയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം ഞാൻ ഹൈദരാബാദാണ് പ്രോപ്പർ. ബേഗംപേട്ടാണ് ഞങ്ങളുടെ എയർപോർട്ട് വരുന്നത്. സാഗർ കോംപ്ലക്സാണ് കോളേജ് വരുന്നത്. അങ്ങനെ പഠിക്കാൻ പോയപ്പം പരിചയമില്ലാത്ത കുറേ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ കുറേ ഒരു 10-24 പേരടങ്ങുന്ന ക്ലാസ്സുണ്ട്. പക്ഷേ ഇതിനിടയിൽ ചോദിച്ചോട്ടെ, അച്ഛൻ്റെ കൂടെ കൈയും കോർത്ത് പിടിച്ച് 5ാം ക്ലാസ് മുതൽ അച്ഛൻ്റെ ലോകത്ത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് നടന്നിരുന്ന മകന് അമ്മ പെട്ടെന്ന് ഇങ്ങനെ പറക്കാനായിട്ട് വേറൊരു ലോകത്തേക്ക് പറഞ്ഞു വിട്ടപ്പം അഭിലാഷ് പെട്ടെന്ന് അത് ഏറ്റെടുത്ത് ശരി അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞു പോയോ? അമ്മയുടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ വളരെ കഷ്ടപ്പാട് സഹിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഒരാളാണ്, ഞങ്ങളെ നോക്കുന്ന ആളാണ്. അച്ഛനെന്ന് പറയുമ്പോൾ ലൈഫിൽ ഒരു സ്ഥിരതയില്ലാത്ത ആളാണ് അച്ഛൻ.
അച്ഛനെ സംബന്ധിച്ചിടത്തോളം അന്നെന്നുള്ള കാര്യങ്ങൾ ജീവിച്ച് പോവുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ്. ഒരു സ്ട്രക്ചറൽ ബേസായിട്ട് ഇന്ന് കാണുന്നത് പോലെ നമുക്കൊരു കുടുംബത്തിനൊരു സെക്യൂർനെസ് ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛൻ നല്ലൊരു സ്നേഹനിധിയായ അച്ഛനാണ്. ഒരു സൈഡിൽ അമ്മയുടെ ഒരു ലൈഫ് നോക്കുന്ന ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡും അച്ഛൻ്റെ സ്നേഹവും കൂടി ആകുമ്പോഴാണ് ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ഞങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം. ഞങ്ങൾ 3 പേരും ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും ഞങ്ങളുടെ സഹോദരങ്ങളോട് കൂടിയിട്ടായാലും ഞങ്ങൾ ഒരുമിച്ച് ഇന്നും ഇപ്പോൾ ഞാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പും ഞങ്ങൾ ഒരുമിച്ച് ഒരേ കട്ടിലിലാണ് കിടക്കുക, ഞങ്ങളുടെ ബ്രദേഴ്സ്. അപ്പോൾ എൻ്റെ അനിയൻ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവൻ കല്യാണം കഴിഞ്ഞാലും അവൻ നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹം അത് എന്നോട് ഞാൻ എൻ്റെ അച്ഛനില്ലെങ്കിലും അവർക്ക് എൻ്റെ അച്ഛനില്ല എന്നുള്ളൊരു കുറവ് ഞാൻ അറിയിച്ചിട്ടില്ല. എൻ്റെ ലൈഫിനെ കുറിച്ച് പോലും ഞാൻ നോക്കിയിട്ടില്ല. അവരെ ഒന്ന് സെക്യൂർ ആക്കിയിട്ട് വേണം എനിക്ക് ഫ്രീ ആവാൻ. കാര്യം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് വേറെ ആരുമില്ല ഈ ലോകത്ത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരാളൊന്നുമല്ല. ഓരോ ഘട്ടമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഫിനാൻഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് തരാൻ വേണ്ടി ആരുമില്ല. എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിക്കാൻ വിട്ടത്. ആദ്യം ഞാൻ AME ആയിട്ടാണ് പോകുന്നത്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടാണ് ഫ്ലൈറ്റ് ഏവിയേഷൻ അക്കാഡമിയിൽ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസം ഞാനാവുന്ന സമയത്ത് ഞാൻ പൈലറ്റിലോട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മളെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം. ഇഷ്ടമില്ലാത്തത് നമ്മളെ നിർബന്ധിച്ചാലും നമ്മുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് വരും. തീർച്ചയായിട്ടും. ഇപ്പം താങ്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, താങ്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പ്രൊഫഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. ഇപ്പം ഈ പ്രൊഫഷൻ താങ്കൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അത് ജനങ്ങളാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതയായിരിക്കും. നമുക്കൊരു ഇൻ്റർവ്യൂ പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളോട് അമ്മയുടെ ആഗ്രഹം, അമ്മയ്ക്കൊരു സെക്യൂർ ആയിട്ടാണ്, അമ്മയ്ക്ക് ഒരു കുടുംബം, കാര്യങ്ങൾ, കുട്ടി, അങ്ങനെയൊക്കെയുള്ള ജീവിതമുള്ള ചിന്താഗതിയായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വിടുന്ന മകനെന്ന് പറയുമ്പോൾ അവിടെ പോയി പഠിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ വേറെ കാര്യങ്ങളാണ്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഇട്ടുകൊണ്ട് കൊടി വെച്ച കാറിൽ പോകുന്നു എന്നുള്ള ചിന്തയാണ് ആ സമയത്ത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ നകലുമല്ലോ. നമ്മളൊരു 4 വർഷം 5 വർഷം നമ്മളൊരു പഠനമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മളത് അങ്ങനെ എൻ്റെ സ്ട്രക്ചറൽ വിദ്യാഭ്യാസം അവിടെ പൂർത്തിയായി. തിരിച്ചു വരുമ്പോൾ ഈ പഠന സമയത്താണ് ഞാൻ യഥാർത്ഥത്തിൽ ലൈഫ് എന്താണെന്ന് പഠിക്കുന്നത്, ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. കാര്യം എൻ്റെ അച്ഛൻ സുഖമില്ലാതാവുന്ന ഒരവസ്ഥ വന്നു. അച്ഛൻ സുഖമില്ലാതായതിനു ശേഷം ഒരു നിശ്ചിതമായ സമയം കൊണ്ട് അച്ഛൻ മരണപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിക്കും എന്നുള്ള കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോൾ കുറേ ബാധ്യതയും അതിൻ്റെ നടുവിൽ ഞാനും അമ്മയും ഞങ്ങൾ 2 സഹോദരന്മാരുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അമ്മയുടെ റിലേഷനായാലും അച്ഛൻ്റെ റിലേഷനായാലും കാണുമ്പോൾ ഹായ്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാമല്ലോ, നാട്ടും പുറത്തുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അയാൾ ഒന്ന് കഷ്ടപ്പെട്ടൊന്ന് കയറി വരാൻ പറഞ്ഞാൽ അവനെ എങ്ങനെ കുറ്റം പറയാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പൊതുവിലുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിത ഞാൻ പഠിച്ചത് ഞങ്ങളുടെ നാട്ടിലാണ്. അവിടെ നിന്ന് +2 വിദ്യാഭ്യാസം പൂർത്തിയായി ഞങ്ങളുടെ നാട്ടിലാണ്. ഇതെല്ലാം ഞാൻ റിയാലിറ്റി പോലെ പറയുകയാണ്. ഞങ്ങളുടെ ലൈഫാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത്. പക്ഷെ അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ജനങ്ങളും അറിയട്ടെ. അപ്പം സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഇപ്പം ആ എൻട്രൻസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും പോകത്തില്ല ആക്ച്വലി. അപ്പം നമ്മൾ വിദ്യാഭ്യാസം എല്ലാം ക്ലിയർ ആക്കി വരുമ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടി ജയിച്ചു. സിവിൽ ഏവിയേഷൻ റിക്വയർമെൻറ്റ് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സക്സസ് ആയിട്ടുള്ള ഒരാളായിട്ട് അമ്മ പറയണ നാളെ ജോയിൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ റിലേഷനിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ്, അയാൾ എയർ ഇന്ത്യയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എയർ ഇന്ത്യയിൽ കിട്ടിയത് കീറിക്കളയുകയാണ്. അമ്മ അന്നത്തെ ഒരു ഏകദേശം 2015-16 കാലഘട്ടത്തിൽ ഒരു 60,000 രൂപ സ്റ്റാർട്ടിങ് സാലറിയിൽ ഞാൻ എയർ ഇന്ത്യയിൽ കയറുകയാണ്. അപ്പോൾ അത് കയറുമ്പോൾ എനിക്ക് ഈ പേപ്പർ ഒരു സ്വാധീനത്തിൻ്റെ ഇതിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അന്നത്തെ അവിടെ ട്രിവാൻഡ്രത്ത് ക്വാളിറ്റി കൺട്രോൾ മാനേജറായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളുടെ മുഖാന്തരം കിട്ടിയതാണ്. ഞാൻ അതിനെ കീറിക്കളഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയണം, അമ്മ എനിക്കൊന്നും വന്നിട്ടില്ല കേട്ടോ, വരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുന്നോട്ട് പോകാം. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്രൊഫഷനും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. നമുക്കുള്ള ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം വീട്ടിലെ സാഹചര്യം, സഹോദരങ്ങളുടെ കാര്യങ്ങൾ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജോലിക്കും പോകാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഈ കല്ലുകളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്ഥലത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് മിനിമം ഒരു 35 കിലോമീറ്റേഴ്സ് വരും, തിരുവനന്തപുരം സിറ്റി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരുമ്പോൾ എനിക്ക് ഒരു ബന്ധങ്ങളോ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഓൺ ഇതിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒന്നിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉത്തരം. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട്
എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ അങ്ങ് മാറുകയാണ്. എൻ്റെ ഡ്രസ്സ് എല്ലാം മാറി, പാൻറ് ഷർട്ടൊക്കെ മാറി, വെള്ളയായി. വെള്ള ഷർട്ട്, വെള്ളമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അന്നത്തെ സാഹചര്യത്തിൽ എവിടെ റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് എന്തോ അത് ദൈവികമായിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ആര് നമ്മളെ കണ്ടാലും നമുക്കൊരു റെസ്പെക്റ്റ് തരും, ഒരു ബഹുമാനം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രായത്തിനെക്കാട്ടിയും വലിയ പക്വതയിലേക്ക് ഞാൻ മാറി. അപ്പോൾ എക്സ്പീരിയൻസും കൊണ്ട് മാറി. അങ്ങനെ ഒരു ദിവസം ഒരു 12 പേരടങ്ങുന്ന ഒരു മീഡിയേറ്റർ സെക്ഷൻ, അതായത് ഈ ബ്രോക്കേഴ്സ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ട് ഞാനിങ്ങനെ ഇതിൽ ഒരാളുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്, അതായത് ലാസ്റ്റുള്ള ഒരാളുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പോൾ ഇവരുമായിട്ട് ഞാനിങ്ങനെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയമണ്ട്സിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ആക്ച്വലി എന്താണ് ഡയമണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അറിയത്തില്ല. ഞാനവിടെ പോയി, അവിടെ ഒരു സേട്ടിൻ്റെ അടുത്താണ് ഇവർ ഈ ബിസിനസ്സിന് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ പോയപ്പോൾ അന്നും നമ്മൾ ചെയ്യുന്ന ഈ ഡ്രസ്സും നമ്മുടെ സെൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കാം പുള്ളി ഇത്രയും പേരെടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് മോനിഞ്ഞ് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അന്ന് എൻ്റെ 2015-16 കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ പ്രായം എന്ന് പറയുന്ന ഒരു 21 വയസ്സിനടുപ്പിച്ചൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പോയത് ഈ വന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും പേര് വരികയാണ്, ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവർ വെളിയിറങ്ങിയിട്ട് പറയാണ് മറ്റേ ആളുടെ അടുത്ത്, നിനക്ക് എന്താ പ്രശ്നം? ഇപ്പം താങ്കളോട് ഇരിക്കുകയാണ്, അപ്പം നിങ്ങളുടെ കൂടെ ഒരു സുഹൃത്ത് വന്നു എന്ന് വിചാരിക്കുക. വന്നു കഴിഞ്ഞതിന് ശേഷം അയാൾ വന്നപ്പോൾ ഞാനിപ്പം കണ്ട് ഇമ്പ്രസ്സായിട്ട് അയാളുടെ അടുത്ത് പേര് വിളിച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെന്താ ചോദിക്കുക, എന്തിനകത്ത് കയറി വന്നത്, എന്നാൽ അവിടെ നിന്നൂടെ, വെളിയിൽ നിന്നൂടെ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവരെ മുമ്പിൽ അങ്ങ് സ്റ്റക്കായി, മോശക്കാരൻ പോലെ. നമ്മൾ വിളിക്കാത്തടുത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും നിൽക്കുക പറഞ്ഞു, നാളെ രാവിലെ 9 മണിയാകുമ്പോൾ വരണമെന്ന് പറഞ്ഞു. ഇതിൽ ഒരാൾ മാത്രമേ കേട്ടുള്ളൂ, ബാക്കി ആരും കേട്ടില്ല. ഞാൻ ഈ സ്ഥലവും മനസ്സിലായല്ലോ. അങ്ങനെ നാളെ രാവിലെ 9 മണിയെന്നുള്ള, ഞാൻ ഇങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തിനു വിളിച്ചെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ അവിടെ പോവുകയാണ്. പോയപ്പം ഒരു സേട്ടാണ്, മഹാരാഷ്ട്രക്കാരൻ സേട്ടാണ്. അയാളുടെ ഫാമിലി ഉണ്ട്. പക്ഷേ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ സേട്ടിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഫാമിലിക്ക് എന്നെ ഇഷ്ടമേ അല്ല, മക്കൾക്ക് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിയായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്. അപ്പോൾ എന്നൊരു മകനെ പോലെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഓരോ ദിവസവും കണ്ടുള്ള ഇതിൽ അന്ന് പുള്ളി ആദ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നൊരു ഡയമണ്ടാണ് എൻ്റെ ഡയമണ്ട് ബിസിനസ്സിൻ്റെ യാത്ര. 1 ക്യാരറ്റിൻ്റെ ഒരു ഡയമണ്ട് എനിക്ക് പുള്ളി സെയിൽ ചെയ്യാൻ വേണ്ടി തന്നു, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഡയമണ്ട് എന്താണ്, ഏത് കാറ്റഗറി ഉണ്ട്, അതിൻ്റെ ഇൻക്ലൂഷൻ എന്താണ്, അത് ഏതൊക്കെ ഇതിൽ ഫ്ലൂറസെൻ്റ് നെല്ലാണോ, അത് ഫ്ലൂറസെൻ്റ് ഉണ്ടോ, അതിലേത് ഡയമെൻഷനിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആംഗിൾ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ വെള്ളം ഇട്ടുകൊണ്ട് ഈ ഡയമണ്ട് എടുത്ത് വെച്ചുകൊണ്ട് ഈ ബ്രോക്കർമാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുക ആൾക്കാർ. രാവിലെ ആകുമ്പം 10 പേര് വരും, കാണും, നമുക്കെല്ലാം റെഡിയാക്കാമെന്ന് പറയും, പോവും. അങ്ങനെ 5 ദിവസമായിട്ട് എനിക്ക് സെയിൽ നടന്നിട്ടില്ല. 6ാമത്തെ ദിവസം എനിക്ക് ആ 1 ക്യാരറ്റ് ഡയമണ്ട് സെയിൽ നടന്നു. ആ 1 ക്യാരറ്റ് ഡയമണ്ടിൽ നിന്നാണ് ഞാൻ സ്റ്റോൺ എന്ന് പറയുന്നത്, ഡയമണ്ട് എന്ന് പറഞ്ഞ ബിസിനസ്സിലേക്ക് ഞാൻ എടുത്തു വയ്ക്കുന്ന കാല്. അത് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഇന്നും അത്ഭുതമാണ്. കാര്യം കല്ലുകളെക്കുറിച്ച് അറിയാത്ത ഒരാൾ, കല്ല് എങ്ങനെ എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ, കയ്യിൽ എങ്ങനെ എടുത്ത് വയ്ക്കണമെന്ന് അറിയാം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ലാത്ത ഒരാൾക്ക് നടക്കുകയാണ്. അത് കഴിഞ്ഞ് കല്ലിലൂടെ എനിക്ക് നല്ല ബിസിനസ്സുകൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോ കല്ലും ഇങ്ങനെ മേടിക്കുന്നതിനനുസരിച്ച് എനിക്ക് കല്ലിനെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഒരുപാട് ചീറ്റിംഗ് ഉണ്ട്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കല്ലിൻ്റെ അകത്ത് ഗ്ലാസ് സിന്തറ്റിക്കൊക്കെ തന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോവുകയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭം വീട്ടിലൊന്നും കൊടുക്കത്തില്ല. ആദ്യ സമയത്ത് വീട്ടിൽ അമ്മയ്ക്ക് ചിലവിനൊക്കെ കൊടുത്തതിന് ശേഷം അമ്മ ചോദിക്കുന്നത് എന്താണ്, ഞാൻ ഒന്നും പറയണില്ല ആരുടെ അടുത്ത്. കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് കല്ല് മേടിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ കൈയും വീശി നാളെ കിട്ടും കേട്ടോ, നമുക്ക് 10-20 ലക്ഷം രൂപ ലാഭം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ലാഭം കിട്ടുന്നതാണെന്ന് പറഞ്ഞ് സാധനം മേടിച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഗ്രാഹ്യമില്ലല്ലോ. അവർ നമ്മുടെ അടുത്ത് പറയുന്നതനുസരിച്ച് എടുത്തുകൊണ്ട് വരും. ഗ്ലാസും സിന്തറ്റിക്കും ഒക്കെയാണ്, പൈസ അവിടെ നഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ ലാഭം കിട്ടിയാൽ ഞാൻ അവിടെ കല്ല് മേടിച്ച് 10 ലക്ഷം രൂപ കളയുകയാണ്. അപ്പം വീണ്ടും ബാധ്യതയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ബാധ്യത സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ്സിൽ നിന്ന് ഈ ബിസിനസ് എങ്ങനെയാണ് ഒരാളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നതെന്നുള്ള ഒരു യാത്രയുടെ ഉദാഹരണമാണ് അഭിലാഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ. അപ്പോൾ രാഷ്ട്രീയ ഒരു സൈഡിലുണ്ട്. അപ്പോൾ അത് പോകുന്നില്ല, അതിപ്പം പോകുന്നില്ലെന്ന് പറയുമ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അനിയൻ നമ്മുടെ പ്രദേശത്ത് CPM-ൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി ആയി നമ്മുടെ അനിയൻ. അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങ് വളർന്നു, ഞാനില്ലാത്ത 4 വർഷം 5 വർഷം.
അപ്പോൾ നമ്മൾക്ക് പിന്നെ യാത്രയില്ല. യാത്ര ഞാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ അനിയൻ്റെ ലൈഫാണ്. അയ്യോ, അവൻ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. പിന്നെ പാർട്ടി അവന് ജോലി കൊടുത്തു ബാങ്കിൽ. എന്നിട്ട് അവൻ അത് കഴിഞ്ഞതിന് ശേഷം PSC എഴുതിയിട്ട് ഇന്ന് അവൻ ബാങ്കിൻ്റെ കാഷ്യറായിട്ട് മാറി. ആദ്യം അവൻ ഡ്രൈവറായിട്ടാണ് ആ ബാങ്കിലേക്ക് കയറിയത്. അപ്പോൾ ഇതെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോയി എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവനൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും കൂടി ആയി കഴിഞ്ഞെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയവും ഒരു ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മറ്റുള്ളവർ കാണുമ്പോൾ ഇമ്പ്രസ് ആവണമെന്നല്ല, എൻ്റെ മനസ്സിൻ്റെ രീതിയിൽ എനിക്ക് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത്, തൃപ്തിപ്പെടുത്തണം സ്വയം. അത് ഞാൻ ചെയ്യും. അത് നമ്മൾ മറ്റാരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പം ഞാൻ വെള്ളയും ഇട്ടിട്ട് പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഈ കോൺഗ്രസിനോട് അതിയായ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. പിന്നെ അന്ന് നമുക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഇത് വന്നു. എനിക്ക് ആരുമില്ല കോൺഗ്രസ് പാർട്ടിയിൽ, അറിയാമെന്നുള്ള ആരുമില്ല. അച്ഛനുണ്ടായിരുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കളെങ്കിലും ഉണ്ട്. അവിടെ ബാലു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിലൂടെ ഞാൻ പാർട്ടിയിൽ വരികയാണ്, കോൺഗ്രസ് പാർട്ടിയിൽ. പിന്നെ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ശക്തനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്തും കാര്യങ്ങളിലൊക്കെ. പിന്നെ ആ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല റെസ്പെക്റ്റും ബഹുമാനമൊക്കെ കിട്ടി. ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്കിപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയം, ജനങ്ങളോട് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഞാനത് ചെയ്യും. പക്ഷേ സ്വന്തമായിട്ടൊരു വരുമാന സ്രോതസ് ഉണ്ടാവണമെന്നുള്ളതൊരു നിർബന്ധമാണ് എനിക്ക്. അപ്പം ഞാൻ അന്ന് തൊട്ടേ എൻ്റെ സ്വപ്നമാണ് ഇത് നടന്നപ്പോഴേ എനിക്ക് സ്വന്തമായിട്ടൊരു ഷോറൂം വേണം. അപ്പോൾ സാധാരണ രീതിയിലുള്ളൊരു മനുഷ്യന് സ്വന്തമായിട്ട് ഷോറൂം എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ എല്ലാവരും ചോദിച്ചാലും പറയാം എനിക്ക് ഷോറൂം ഉണ്ട് കേട്ടോ, അന്ന് ഞാൻ പറയും ആൾക്കാരുടെ അടുത്ത്. അപ്പം ഞാൻ പറയും എനിക്ക് ഷോറൂം ഉണ്ടേ. അവർ വിശ്വസിക്കുകയും ചെയ്യും ഷോറൂം ഉണ്ടെന്ന്. കാര്യം നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഇപ്പം താങ്കളുടെ കയ്യിലിരിക്കുന്നുണ്ട് ഒരു നല്ലൊരു ഡയമണ്ട് ഇരിക്കുകയാണ്, എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ വന്നത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാനൊരു എലിജിബിൾ ക്രൈറ്റീരിയ ഉള്ള ആളാണെന്ന് ബോധ്യപ്പെടണ്ടേ? അല്ലെങ്കിൽ താങ്കൾ കാണിക്കൂ, എൻ്റെ ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടല്ലേ? അപ്പം 10 രൂപ പോക്കറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് 10 കോടി രൂപയുടെ കല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. 10 രൂപയായിരിക്കും പോക്കറ്റ് ഇരിക്കുക. അപ്പോൾ എടുത്ത് കാണിക്കുമോ? അപ്പം നമുക്ക് അവിടെ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മളെ കാണിക്കുക. അങ്ങനെ ഞാൻ കല്ലുകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ. പഠിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി മറ്റുള്ള എല്ലാവരെക്കാട്ടിയും കൂടുതൽ അറിവ് കല്ലിലൂടെ ഡയറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഞാൻ കുറേ കല്ലിനെയൊക്കെ വീട്ടിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും. വീട്ടിൻ്റെ അകത്തൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ അനിയൻ ചോദിക്കും, നാട്ടിൽ ഒരു പഴമൊഴി പറയും പോലെ കുറേ കല്ലും വാരിക്കൊണ്ട് നടക്കുകയാണ്, എന്തെങ്കിലും ഗുണമുണ്ടോ? വീട്ടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? കുറച്ച് ബാധ്യത ഉണ്ടാക്കുന്നു, കാര്യങ്ങളുണ്ടാക്കുന്നു, എന്തെങ്കിലും ചേട്ടനെ കൊണ്ടൊരു ഗുണമുണ്ടോ? അറിഞ്ഞുകൂടാത്ത എല്ലാ കാര്യങ്ങളിലും പോകും. എൻ്റെ അടുത്ത് ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞു, ഈ അനിഴ നക്ഷത്രത്തിൻ്റെ പൊതുവിലുള്ള, ഞാൻ അനിഴ നക്ഷത്രമാണ് അതുകൊണ്ട് പറയുകയാണ്, പൊതുവിലുള്ള കാര്യം, നമുക്ക് ഈ ചുറ്റും വലിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകത്തില്ല. പക്ഷെ ഒരു 4-5 സുഹൃത്തുക്കളുണ്ടാവും. ഒരു സുഹൃത്തുക്കളും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കത്തില്ല. ഈ അനിഴ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അവരെല്ലാം അവരുടെ ഉദ്ദേശങ്ങളുണ്ടാവും. നമ്മളെ കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ നേടുക, അത് കഴിഞ്ഞ് പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും നമ്മൾ കയറി ഫ്രണ്ടിൽ നിൽക്കും. ഇവരെന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ അപവാദം ഫുള്ളും നമുക്കാ. നമ്മൾ തിരിച്ച് ഒന്നും പറയില്ല, അവരെ സംരക്ഷിക്കും. അവസാനം ഗതികെട്ട് ദൈവം തന്നെ ഈ നക്ഷത്രക്കാർക്ക് കൊടുത്തിട്ടുള്ളൊരു കഴിവെന്ന് പറയണത് ഈശ്വരൻ തന്നെ സത്യം എന്തെന്ന് തെളിയിച്ചു കൊടുക്കും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന വിഷമവും വേദനയും വേറെ ആയിരിക്കും. നമ്മളൊരാളെ വിശ്വസിച്ചാൽ എല്ലാം അങ്ങ് തുറന്നു പറയും. ഈ നക്ഷത്രത്തിന് പൊതുവിലുള്ള ഒരു ഗുണമാണ്. എത്ര പണി കിട്ടിയാലും പഠിക്കും ഒരു സമയം കഴിയും. പക്ഷേ നമ്മളെല്ലാം തുറന്നു പറയും. ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ നല്ല ഭയങ്കരമായിട്ട് കമ്പനിയാവും. എല്ലാം തുറന്നു പറയും. അവരെല്ലാം കേട്ടിട്ട് നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യത്തിന് അവർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഇതെല്ലാം വിളിച്ച് പറയും. നമ്മൾ നല്ലത്, മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഈ നക്ഷത്രം ചിന്തിക്കുകയുള്ളൂ. വളരെ സത്യസന്ധരാണ് ഈ അനിഴ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇവരെ ഉള്ളിൽ വിജയിക്കണമെന്നുള്ള കാര്യം ഉണ്ടാവും. പക്ഷെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അവർക്കുണ്ടാവണം. അതാണ് ഇവരുടെ സക്സസ്. അത് ഒരു 35 വയസ്സിനകത്ത് ഒരു ഗുരു അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ അവർ സക്സസ്സിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ അവർ സക്സസ്സിലേക്ക് ആകത്തില്ല. തട്ടിയും മുട്ടിയൊക്കെ പോകുന്ന ഒരാളാണ്. പിന്നെ മറ്റൊരാൾ തരുന്നൊരു ഉപദേശത്തെ ഒരിക്കലും സ്വീകരിക്കില്ല. ഇപ്പം താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, അവിടെ ഞാൻ നിൽക്കും. ചിലപ്പോൾ അത് മറ്റൊരാളുടെ ഹേർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുമെന്നോ എന്നൊന്നും ചിന്തിക്കത്തില്ല. സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായമാണ്, അതിൽ ഉറച്ചു നിൽക്കും. ഇത് ചെയ്താൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് ചിന്തിക്കത്തില്ല.
പക്ഷെ അത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിഷമിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നൊന്ന് സമാധാനപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും സന്തോഷം വരുമ്പോൾ വീണ്ടും വിഷയമാവും, പഴയതുപോലെയാവും. അപ്പോൾ അത് ഈ ദൈവം കൊടുത്തൊരു സൗന്ദര്യമാണ് ഈ നക്ഷത്രത്തിന്. പിന്നെ അതിസുന്ദര സൗന്ദര്യമുള്ളവരായിരിക്കും പൊതുവിൽ ഈ നക്ഷത്രക്കാർ. പിന്നെ പാരമ്പര്യമായിട്ട് പിതാവിൻ്റെ സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കാൻ അവർക്ക് യോഗമല്ല. ഞാൻ ജ്യോത്സ്യനല്ല, പൊതുവിൽ ഞാൻ ഈ കല്ലുകളും ഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നക്ഷത്രങ്ങളിലൊരു സത്യമുണ്ട്. ഇന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ VD സതീശൻ, എൻ്റെ ലീഡറും കൂടിയാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് നിയോഗമാണല്ലേ, എന്തൊക്കെ ഉണ്ടെങ്കിലും പുള്ളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് ആ നക്ഷത്രം അനുയോജ്യമായ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് കിട്ടുന്നൊരു ഗുണമാണ്. അത് പുള്ളിയിൽ തന്നെ എത്തിച്ചേരും. അതുപോലെ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ കാണുന്ന സ്വപ്നവും നമ്മളുടെ സക്സസ്സും നമ്മൾ ചിന്തിക്കുന്ന സത്യസന്ധമായിട്ടുള്ള കർമ്മഫലമാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് എത്തും. നമ്മൾ കർമ്മം ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യണം. കർമ്മം എന്ന് പറയുന്നത് കർമ്മ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മാത്രമേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. നമ്മൾ കാരണം ഏതെങ്കിലും തരത്തിലൊരു ദോഷകരമായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മളെ തലമുറയിലൂടെ അനുഭവിക്കുക എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അപ്പം നമ്മളെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയാലും നമ്മൾ എടുക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കാൻ. എപ്പോഴും നമ്മൾ ഡിസിഷൻ എടുത്ത് കളയാൻ പാടില്ല. ഇപ്പം ഞാൻ തന്നെ ഞങ്ങളുടെ ഈ ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ കല്ലുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നെ ആരും പഠിപ്പിച്ചതല്ല, ആരും ആരെയും പഠിപ്പിക്കത്തില്ല ബിസിനസ്സിൽ. ഇവിടെ വൻകിട മുതലാളിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആരെങ്കിലും പോയിട്ട് ഒരു ഡയമണ്ട് എടുത്ത് മറ്റൊരാളെ പഠിപ്പിക്കും. അവർക്ക് ലാബുണ്ട് പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാബിലൂടെ പഠിച്ച ഒരാളൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിന് വരുന്നതിന് ഒരു റേറ്റുണ്ട്, അല്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നത് എടുക്കുന്നിടത്ത് ഒരു റേറ്റുണ്ട്. ആ റേറ്റിൻ്റെ വേരിയേഷനാണ് ആ ബിസിനസ്സിൻ്റെ വിജയം. എൻ്റെ കയ്യിലേക്ക് ഒരു കല്ല് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുമ്പോൾ ആ കല്ല് ഇതാണെന്നും അതിൽ ഇൻക്ലൂഷൻ ഇതാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവാണ് എൻ്റെ പേയ്മെൻറ്റ്. സർട്ടിഫിക്കറ്റ് ഉള്ളതിന് ഒരു റേറ്റും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് നമ്മൾ എടുക്കുമ്പോൾ ഒരു റേറ്റല്ലേ, നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മതിയല്ലോ. അത് എത്ര നാളും കൊണ്ട് അഭിലാഷ് കല്ലുകൾ കാണുമ്പോൾ ഉള്ളൊരു തിരിച്ചറിവ്? അത് ഒരുപാട് കളിയാക്കൽ ഇന്ന് പഠിച്ചതാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അതെ, അത് ഞാൻ അനുഭവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഞാൻ പ്രാവർത്തികമാക്കിയത് ഈശ്വരാനുഗ്രഹമാണ്. കാര്യം നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിത് കൃത്യമായിട്ട് ഓരോ കല്ലുകളെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനുള്ള അവസരം ദൈവം തന്നു. ഒന്നുമില്ലാത്തൊരാൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയും പോലെയാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഡയമണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടി, 10 കോടി രൂപയുടെ ഡയമണ്ടും എൻ്റെ കയ്യിലേക്ക് കിട്ടി. ഇന്ന് എൻ്റെ കയ്യിൽ 40 കോടി രൂപയുടെ ഡയമണ്ടും കിട്ടി, 100 കോടി രൂപയുടെ ഡയമണ്ടും എൻ്റെ കയ്യിൽ കിട്ടി. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടൊരു കൺഫർമേഷൻ ഓക്കെയാണ് ആ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടായി. എന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എൻ്റെ ആവശ്യം ഞാൻ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായി. പക്ഷെ ഒരുപാട് കബളിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയുമാണിത്. കബളിപ്പിക്കപ്പെടുന്ന ഒരുപാട് പൈസകൾ നഷ്ടമായിട്ടുണ്ടാവില്ലേ? അത് ഈ കല്ല് എന്ന് പറയുന്നത് നമുക്ക് ഈ നക്ഷത്രപരമായിട്ട് നിയോഗമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഈ കല്ല് ബിസിനസ്. ഇതിലൊരു 3 കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഡയമണ്ടിൻ്റെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ജുവലറിയിൽ കാണുന്ന ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞൊരു ഡയമണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ്. ലാബിൽ ഗവൺമെൻറ് അഫിലിയേറ്റഡോട് ഉണ്ടാക്കുന്നത് അത് ഡയമണ്ടിൻ്റെ അതേ കാർബൺ അതിലേക്ക് നാച്ചുറലായിട്ട് അത് നമ്മൾ ഇൻബിൽറ്റ് ചെയ്യുന്നതാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നാച്ചുറലും നമ്മൾ ഇൻബിൽറ്റ് ചെയ്തത് ലാബ് ഗ്രോൺ. അപ്പം ഡയമണ്ടിന് 1 ലക്ഷം രൂപ പെർ ക്യാരറ്റിന് വിലയുണ്ടെങ്കിൽ ലാബ് ഗ്രോണിന് 10,000 രൂപ അല്ലെങ്കിൽ 25,000 വില. പക്ഷെ നല്ല റിഫ്ലക്ഷൻ ആയിരിക്കും. അത് നമുക്ക് ധരിച്ചാൽ നാച്ചുറൽ ഡയമണ്ട്സിൻ്റെ റിഫ്ലക്ഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ സെയിമാണ് റിഫ്ലക്ഷനൊക്കെ. പക്ഷേ നമ്മളുടെ ഒരു മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഭൂമിക്കടിയിൽ ഇത്രമാത്രം ലെയറിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം, ആ സാധനത്തിന് ഇത്ര വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെടുന്നതിനും ഒരു 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പം ഞാൻ ചിന്തിക്കുന്നത് എല്ലാ പേർക്കും അഫോർഡായിട്ടുള്ള രീതിയിൽ നാച്ചുറൽ ഡയമണ്ട് നെക്ലേസ്. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യക്കകത്ത് ഇന്ത്യ, ചൈന തുടങ്ങിയിട്ടുള്ള 3-4 രാജ്യങ്ങളിൽ ഗോൾഡിന് മാത്രമാണ് മാർക്കറ്റുള്ളത്. ഡയമണ്ട്സിന് ഇന്ത്യയിൽ മാർക്കറ്റുണ്ട്, നോർത്ത് ഇന്ത്യൻസിലൊക്കെ നല്ല മാർക്കറ്റാണ്. ഡയമണ്ട് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയിൽ പോകുന്നത് തന്നെയാണ്. പക്ഷേ ഗോൾഡിന് എന്തുകൊണ്ടാണ് ഉള്ളത്? ഗോൾഡ് നമ്മളുടെ ഒരു സേവിങ്സും ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള സെക്യൂർനെസ്സും പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അടുത്തുള്ള സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്താൽ അപ്പം തന്നെ ക്യാഷ് തരും പണയം വെച്ച്. ഇതേ സാധനം ഡയമണ്ടിന് എന്ന് വരുന്നോ അന്ന് തൊട്ട് ഡയമണ്ട് സ്ട്രക്ചറലായിട്ട് മാറും.
നമുക്ക് ഖനനം ചെയ്തെടുക്കുന്നതാണല്ലോ. ഇപ്പം നമ്മൾ വിദേശത്ത് നിന്ന് ഗോൾഡ് തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട 700 മുതൽ 800 ടണ്ണ് വരെയാണ് നമുക്ക് പെർ ഇയർ ആവശ്യം വേണ്ടി വരിക. പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് 1.5 ടണ്ണാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്? വിദേശത്തെ നമ്മൾ ഡോളേഴ്സ് അല്ലേ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അത് നമ്മൾ അവരെ വളർത്തുകയാണ്. അപ്പം ഡയമണ്ട് നമുക്കിവിടെ നല്ല രീതിയിലുണ്ട്. അപ്പം ഞങ്ങളുടെ ഷോറൂംസിൻ്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വയ്ക്കുന്ന പുതിയ ആശയം, ഞങ്ങളൊരു 18 lakhs മുതൽ 25 lakhsനകത്തുള്ള ഒരു മാരേജ് കിറ്റ് ഇറക്കുന്നുണ്ട്. അതായത് ഡയമണ്ട് നെക്ലേസിൻ്റെ വിവിധ ലെയറുള്ള VVS1 ഈ ക്ലാരിറ്റി വരുന്ന വിവിധ ഇനം ക്ലാരിറ്റി ഉണ്ട്. VVS1 കളർ ഗ്രേഡ് D ഉണ്ട്, VVS1 കളർ ഗ്രേഡ് E ഉണ്ട്, F ഉണ്ട്, G ഉണ്ട്, അങ്ങനെയുള്ള ക്ലാരിറ്റി ഉണ്ട്. VS2 ഉണ്ട്. അങ്ങനെ ഡയമണ്ട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടാവുന്ന റേറ്റിൽ ഏറ്റവും നെഗോഷ്യബിൾ ചെയ്തുകൊണ്ടുള്ള ഒരു കിറ്റുണ്ട്. അത് ഞങ്ങൾ 100% പേ ബാക്കാണ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പേ ബാക്ക് സെക്യൂർനെസ് കൊടുക്കുകയാണ്. അവരുടെ ടാക്സ് GSTയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്നതും അന്നത്തെ ആ റേറ്റ് മാറുന്നില്ല. കാര്യം ഞങ്ങൾക്കത് ബുദ്ധിമുട്ടില്ല. അതാണ് ഞങ്ങളുടെ സർവീസ്. പിന്നെ ഞങ്ങൾക്ക് ഗോൾഡും ഉണ്ട്, ജുവല്ലറി ഉണ്ട്. ഞങ്ങളുടെ ഒരു ജുവല്ലറി സെക്ഷനും ഗോൾഡും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡയമണ്ട്സും ഉണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്റ്റോൺസ്, അതായത് സ്റ്റോൺസും ഡയമണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഗോൾഡിൽ തന്നെ മെൻഷൻ വിവിധ നെക്ലേസ് ആണ്. ഇതുവരെ വരാത്തതാണ്. വിവിധ മാർക്കറ്റുകളിലൊന്നും ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ശാന്ത റോയൽസ്, അതാണ് ശാന്ത റോയൽസ് എന്ന് പറയുന്നതും കല്ലുകളെ കുറിച്ചുള്ള ഒരു യാത്രയും. ശാന്ത എന്ന് പറയുന്ന അമ്മ, ശാന്തം എന്ന് എല്ലാവരും ശാന്തമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാൻ ശാന്തം എന്നാക്കി അതിനെ ഒരു ഓൾ ഓവർ ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യവും. ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്. അപ്പം ശാന്തം റോയൽസിൽ ഇനി മുതൽ അവൈലബിൾ ആയി കിട്ടാൻ പോകുന്ന ഡയമണ്ട്സും അതിന്റെ ഡിസൈനും കളക്ഷൻസ് ഒക്കെ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണോ അതോ വെളിനാട്ടിൽ? അല്ല, ഞങ്ങളത് ഇന്ത്യയിൽ തന്നെ ഞങ്ങളുടെ ഡിസൈനേഴ്സിനെ വെച്ച് ഡിസൈൻ ചെയ്യുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് കൊടുക്കുന്നില്ല. ഞങ്ങൾ എല്ലാ ഡയമണ്ട്സും ഞങ്ങളുടെ ഓർണമെന്റ്സ് എല്ലാം ഞങ്ങളുടെ ഓൺ ഡിസൈനാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് ഈ ഡിസൈൻസ് പുറത്തില്ല. ഞങ്ങളുടെ ഡിസൈൻ ഞങ്ങൾ വളരെ അനലൈസ് ചെയ്തിട്ട് ഒരു ലോങ് ജേണി, ഒരു 17 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 16 ഇയേഴ്സിൻ്റെ ഒരു ലോങ് ജേണിയിലാണ് എൻ്റെ ഒരു ആശയം തന്നെ ഇതിലേക്ക് വന്നത്. പിന്നെ ഞാൻ സെയിലിലേക്ക് ഇങ്ങനെ കടക്കും തോറും ഓരോ സെയിൽ നടക്കുന്നതിനനുസരിച്ച് ബെനിഫിറ്റുകൾ ഉണ്ടാകുമ്പോൾ ഇതിനിടയിൽ നമ്മൾ നക്ഷത്രം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു ഹെവി സിറ്റുവേഷനാണ് ഈ കണ്ടകശനിയുടെ ഇത് സമയമെന്നുള്ള രീതിയിലുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അത് പോയത്. പിന്നീട് ഞാൻ എൻ്റെ സെയിൽ ഗ്രാജുവലി അങ്ങ് വളർന്നു. ഇപ്പം ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ ക്യാൻ എൻഷുർ ഫോർ ദാറ്റ് ശാന്തം റോയൽസ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും നല്ലൊരു ബ്രാൻഡായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. എന്നാ ഈ ജ്വല്ലറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ മലയാള മാസം ചിങ്ങം 1, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഏത് വർഷം? ഈ വർഷം ഈ ഓഗസ്റ്റ്. അതെ. അപ്പം ഞങ്ങളുടെ ഷോറൂംസിൻ്റെ ഇനാഗുറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞാനത് പറയുന്നില്ല. അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റൊക്കെ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ തുടങ്ങുകയാണ് ജ്വല്ലറി ഷോപ്പും അതിൻ്റെ അല്ലല്ല, എനിക്ക് ബിസിനസ് ഉണ്ട്. ഞങ്ങൾ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ഷോറൂംസിലേക്ക് വരുന്നത് ഇതാദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ നേരത്തെയും ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല. ഞാൻ ആ ഡിസൈൻസ് എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബ്രാൻഡിന് ഒരു ഡിസൈൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഡിസൈൻസ് എന്ന് പറയുന്നത് ഇപ്പം മിക്ക എല്ലാ സ്ഥാപനങ്ങൾക്കും അവരൊക്കെ ഓരോ മാനുഫാക്ചറിങ്ങിൽ നിന്ന് എടുക്കുന്നതല്ലേ. അപ്പം എനിക്കുള്ള ആശയം വന്ന മാനുഫാക്ചറിങ് കൂടി നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നമ്മുടെ ഡിസൈൻസിനനുസരിച്ച് വരുമല്ലോ. ആ ഡിസൈൻസ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡിസൈൻ ആവില്ലേ. അപ്പം ഞാനൊരു ഡിസൈൻ ചെയ്തു, അത് താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അത് ഇഷ്ടപ്പെട്ടാൽ അത് സക്സസ് അല്ലേ. അപ്പം ഞങ്ങളുടെ ഡിസൈൻ, അപ്പം ഞങ്ങൾക്ക് ഈ ഡിസൈൻ തന്നെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഹൈ ക്വാളിറ്റി ഡയമണ്ട്സ്, ഹൈ ക്വാളിറ്റി സ്റ്റോൺസ്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഗ്രീന്, റെഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞ റെഡ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. റെഡ് എന്ന് പറയുന്ന ഡയമണ്ട് എന്ന് പറയുന്നത് നമ്പർ 1 ഡയമണ്ടാണ് ഈ ലോകത്തിൽ വെച്ച്. ഈ കോഹിനൂർ എന്ന് പറയുന്ന ഡയമണ്ട് ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യൽ ഡയമണ്ട് അല്ല, അത് ആക്ച്വലി തെറ്റിദ്ധാരണയാണ്. കോഹിനൂർ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 145 ക്യാരറ്റ് സംതിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഹിനൂർ. നമ്മളെ കോഹിനൂർ മൈനിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അതിനെ പറയുന്നത്. കോഹിനൂർ മൈനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോഹിനൂർ ഡയമണ്ടിന് എപ്പോഴും റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. തിളക്കം കൂടും, പക്ഷെ കളറ് ഒരു മന്ദഗതിയിലായിരിക്കും. കളറ് പ്യുവർ വൈറ്റിൽ നമുക്ക് കോഹിനൂർ കിട്ടത്തില്ല.
അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ മൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ആ കോഹിനൂർ പറയുന്നത്. പക്ഷെ കോഹിനൂറിനെക്കാട്ടി എത്രയോ വലിയ ഡയമണ്ട്സ് ഇന്ത്യയിലുണ്ട് നിലവിൽ. അത് ഈ കോഹിനൂർ നമ്മൾ പറഞ്ഞില്ലേ, കോഹിനൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അസറ്റായിട്ട് വിദേശത്ത്, അതായത് നമ്മൾ ലണ്ടനിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്, ആ രാജ്യയുടെ കിരീടത്തിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാധനം ആ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പവറുണ്ട്. പക്ഷെ പവർ തന്നെയാണ് കോഹിനൂർ എന്ന് പറയുന്നത്. വില മതിക്കാൻ പറ്റാത്തതാണ്. കാര്യം ഡയമണ്ട്സിൽ ഒരു നിശ്ചിതമായ ക്യാരറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അത് ഈ സത്യം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഈ ഡയമണ്ടാണ്. ഡയമണ്ട് നെക്ലേസ് ഒക്കെ ധരിക്കുന്നത് വിദേശത്തുള്ള എല്ലാ ആൾക്കാരും അത് തന്നെയാണല്ലോ. ഇപ്പോൾ അമേരിക്കയിൽ ഗോൾഡ് വാങ്ങിച്ച് ആരെങ്കിലും യൂസ് ചെയ്യും, എല്ലാം ഡയമണ്ട് നെക്ലേസ് ആണ്. ഇതിനിടയിൽ ചോദിക്കുക, ചില ആൾക്കാർ പറയും, വിശ്വാസത്തോടെ പറയുമ്പോൾ പറയും, ചില നാളുകാർക്ക് ഡയമണ്ട് നെക്ലേസ് ചേരില്ല. അതേപോലെ ചില ഏജിലും നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ പലതും കാണുന്നതാണ്, ഇത്ര ഏജിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡയമണ്ട് കൊടുക്കരുത് എന്നും പറയും, ഇന്ന നക്ഷത്രക്കാർക്ക് കൊടുക്കരുത്. ഇതൊക്കെ പറയുന്നത് അതിനകത്ത് സത്യമുണ്ടോ? ചിലർ പറയും ആർക്കും ഇടാം ഡയമണ്ട് എന്നും പറയുന്നവരുണ്ട്. ഈ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഡയമണ്ടിൻ്റെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് എല്ലാം 10 സെൻറ്റ് 15 സെൻറ്റ് 5 സെൻറ്റ് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 5 ക്യാരറ്റിൻ്റെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഇത് വെച്ചിടാൻ പറ്റുമോ ആർക്കെങ്കിലും? അത് 5 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അതിന് നല്ല ഒരു ലോക്കറ്റ്. പക്ഷേ ഇത് ചെയ്താലും അടി സൈഡ് എപ്പോഴും പ്ലാറ്റഡ് ആയിരിക്കും, അത് കവർ ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് റിയാക്ഷൻസ് നടക്കത്തില്ല ഈ ഓർണമെൻറ്റ് സെക്ഷനിൽ. നമ്മൾ ഈ ജെം സ്റ്റോൺ ആയിട്ടാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന ഇതിപ്പോൾ എമറോൾഡ്, ഇതിൻ്റെ അടി സൈഡ് പൊള്ളയാണ്, അത് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ദൈവികമായിട്ടുള്ള കാര്യമല്ല റിയാലിറ്റിയിൽ. ഈ സ്റ്റോണിൻ്റെ അകത്ത് എമറോൾഡ് എന്ന് പറഞ്ഞ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ആൽക്കൈനുണ്ട്. നമ്മളിപ്പം ഈ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ പീരിയോഡ് ടേബിളിൽ പഠിക്കില്ലേ, ഇതിൻ്റെ അലുമിനിയം ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് ഇതൊക്കെ അടങ്ങുന്നതാണ്. ഇപ്പോൾ കാർബണാണ് ഡയമണ്ട്സിലുള്ളത്, എമറോൾഡ് അലുമിനിയം ഓക്സൈഡാണ്. പ്രകാശം ഡയറക്റ്റ് ഇതിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇതിലേക്ക് ഒരു എനർജി ഫോർവേഡ് ചെയ്യാൻ കഴിയും. എന്താ തെറാപ്പി? യോഗ ചെയ്യുന്നത് എങ്ങനെ? യോഗ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബ്രീത്ത് എടുത്തിട്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നെന്നുള്ള ഫീല്. പക്ഷേ നമ്മളിതിടുമ്പോൾ നമുക്ക് ഈ പ്രകാശം അടിക്കുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും. ഇതൊരു പോസിറ്റീവിൻ്റെ വാതിലാണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഡയമണ്ട്സിനെ കുറിച്ചും സ്റ്റോണിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് ധരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ദോഷമുണ്ടോ? ആവശ്യമില്ലാത്ത സാധനം ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതായിട്ട്, ഇപ്പം വിദേശത്താണെങ്കിൽ, ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ജം സ്റ്റോൺ ധരിക്കുന്നത്, ഡയമണ്ട്സ് ധരിക്കുന്നത്, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ലോകത്ത് എല്ലായിടത്തും ധരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ്? ഇവിടെയല്ലേ നമുക്ക് ഗ്രഹനിലയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വിദേശത്തുള്ള ഒരാൾ അവരെന്താ മാസമാണ് നോക്കുന്നത്, ജൂൺ മാസം ജനിച്ച ഒരാൾ ഇന്ന സ്റ്റോൺ ധരിക്കുക. പക്ഷെ നമ്മളിവിടെ നമുക്ക് കുറച്ചും കൂടി ഋഷിവര്യന്മാരിൽ നിന്ന് കിട്ടിയ അറിവ് കൂടുതലായതുകൊണ്ട് നമുക്ക് ആ സ്റ്റോൺസിനെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾ ഗുണത്തിന് വേണ്ടി സ്റ്റോൺ ധരിക്കാവൂ. ഒരു പോസിറ്റീവ് വേണ്ട, അല്ല ഷോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ. അപ്പം ഒരു ഡയമണ്ട് മാല, ഡയമണ്ട് റിംഗ്, അതൊക്കെ ഇപ്പം പറഞ്ഞ പോലെ ബാക്ക് സൈഡ് കവേർഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ അത് ആർക്കും ധരിക്കാം അല്ലേ? നമുക്ക് ഡയമണ്ട് മാലയായാലും ഡയമണ്ട് റിംഗ് ആയാലും ഒക്കെ, ഡയമണ്ട് റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡ് ക്ലോസ് ആണെങ്കിൽ നമുക്ക് ധരിക്കാം. അതേ സമയത്ത് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഡയമണ്ട് റിംഗ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ധരിക്കുക എന്നുള്ളത്. അത് നമ്മൾ നോക്കണം അല്ലേ, നമ്മുടെ നാടിന് അത് നല്ലതാണ്, അനുയോജ്യമാണോ എന്ന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഓർണമെന്റ് സെക്ഷനിലൊക്കെ വരുന്നതെല്ലാം 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് ഇങ്ങനെയുള്ള കാറ്റഗറീസ് ചെറിയ ചെറിയ ഡയമണ്ട് വെച്ചിട്ടുള്ള ഇതാണ്. അതിലേക്കുള്ള പവർ ഇല്ല നമുക്ക് ആക്ച്വലി. കാര്യം അത് വരാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്യാരറ്റിന് മുകളിൽ മാത്രം നമ്മുടെ ഭാരത്തിന് ആനുപാതികമായിട്ട് മാത്രമേ നമുക്ക് ശരീരത്തിൽ റേഡിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഭാരം 100 കിലോ ഉണ്ടെങ്കിൽ ഞാനൊരു 10 ക്യാരറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 15 ക്യാരറ്റിൻ്റെ ഒരു സ്റ്റോൺ ധരിച്ചാൽ മാത്രമേ ആ എനർജി എനിക്ക് കിട്ടത്തുള്ളൂ. ചുമ്മാ ഇരുന്നുകൊണ്ട് എല്ലാവരും പറയും 2 ക്യാരറ്റ് നിങ്ങൾ ചെറിയ പൊടി ഇവിടെ ധരിക്കും. ഇത് ദൈവമാണോ? ഈശ്വരൻ്റെ അനുഗ്രഹം ജം സ്റ്റോൺസിൽ അല്ലെങ്കിൽ നവരത്നം ഒരിക്കലും ധരിക്കാൻ പാടില്ലെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അതിൻ്റെ മാർക്കറ്റ് എന്ത് വലുതാണ്. ഞാനിവിടെ ഇരുന്ന് പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടാവും? ഒരു മനുഷ്യർക്കും 9 ഗ്രഹങ്ങളും അനുയോജ്യമായിട്ടുള്ള സമയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബുദ്ധനായിരിക്കും. 9 ഗ്രഹങ്ങളും ധരിക്കുമ്പോൾ അതിൽ നല്ലത് കിട്ടുമെന്ന് വിശ്വാസം, അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ അവർ മാർക്കറ്റ് ചെയ്യണത്. 9 ഗ്രഹങ്ങൾ ധരിക്കുമ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധരിച്ചാൽ, അങ്ങനെയാണെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് കയ്യിൽ ധരിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ഗ്രഹങ്ങളെല്ലാം കൂടി നമുക്ക് കൂടത്തല്ലേ ഉള്ളൂ. അവരുടെ ചിന്താഗതിയിൽ നെഗറ്റീവ്സ് ഇല്ലുള്ള, നമുക്കിപ്പം ബലക്കുറവിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഇതിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആളല്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് യെല്ലോ സഫയർ എന്നൊരു ജം സ്റ്റോൺ ഉണ്ട്. ഇതൊരാൾ ധരിക്കുമ്പോൾ അയാൾക്ക് വ്യാഴം മൗഢ്യത്തിലാണെങ്കിൽ എന്നാണ് ജ്യോത്സ്യന്മാർ. അതായത് വ്യാഴത്തിന് ബലക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത ഉണ്ടാവത്തില്ല,
നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഏതെങ്കിലും കാര്യങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അപ്പം വ്യാഴത്തിന് ശക്തി കൂട്ടാൻ വേണ്ടി യെല്ലോ സഫയർ കൊടുക്കും. അപ്പോൾ അത് ധരിച്ചാൽ വ്യാഴം സ്ട്രോങ് ആവും, വലിയ വലിയ ആഘാതങ്ങളിൽ നിന്ന് നമ്മളെ സൈഡിൽ കൂടി വിടും. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ ഡയമണ്ട് എന്ന് പറയുന്നത് ശുക്രനാണ്. ഡയമണ്ട് നമ്മളെപ്പോഴും ധരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഡയമണ്ടിനെ കുറിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആകർഷണീയതയുടെ ഉത്തമ ഉദാഹരണമാണ് ഡയമണ്ട്. ഡയമണ്ട് ധരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അതിപ്പം നെക്ലേസ് ആയിട്ടൊക്കെ ധരിക്കുക എന്നുള്ളത്, ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം ഡിഫറെൻറ്റ് മെത്തേഡ്, അത് ഒരു തരത്തിലില്ല. പക്ഷേ നമ്മൾ കയ്യിൽ ധരിക്കുമ്പോൾ വളരെ നോക്കിയേ ധരിക്കാവൂ. അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എപ്പോഴും നമുക്ക് ദൈവികമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകുന്ന ഒന്നാണ് ഡയമണ്ട്. റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആംഗിളിൽ നിന്നും അത് റിഫ്ലക്റ്റ് ആവും, ധരിക്കേണ്ട രീതിയിൽ അത് ധരിച്ചാൽ. ഒരു ഡയമണ്ടിനെ എടുത്തിട്ട്, ഒരു ക്യാരറ്റ് ഡയമണ്ട് എടുത്ത് ഈ കൈവെള്ളയിൽ ഈ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പിടിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ തലകറങ്ങി വീഴും. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രൊസീജിയറല്ല, അത് കൃത്യമായിട്ടുള്ള പ്രൊസീജിയറാണ്. അതുകൊണ്ട് ജെം സ്റ്റോൺസിനെയും ഡയമണ്ട്സിനെയും നിസ്സാരമായിട്ട്, നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായം ഉണ്ടാവും, പക്ഷെ നിസ്സാരമായിട്ട് കാണരുത്. കാര്യം ആവശ്യമില്ലാത്ത കല്ല് ധരിച്ച് എത്രയോ പേര് ഇതായിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആൾക്കാർ, എന്നെ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വിളിക്കുകയും എൻ്റെ ഒരു ക്ലയൻറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളത്. കല്ലിലൊരു സത്യമുണ്ട്. സത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജെം സ്റ്റോൺ ആയാലും ഡയമണ്ട്സ് ആയാലും ഗോൾഡ് ആയാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലൊരു സത്യം കൂടുതലാണ്. കാര്യം പണ്ട് കാലം തൊട്ടേ രത്നങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അന്ന് കിഴികെട്ടി രത്നം കൊടുക്കുമ്പോൾ അതിന് മൂല്യമുള്ളതായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് സാധാരണക്കാരന് ധരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കേരളത്തിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് റൂബി 3500 പെർ ക്യാരറ്റിനുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുമോ? നാച്ചുറലായിട്ടുള്ളൊരു റൂബി, കറക്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റൂബി സ്റ്റോണ് നമ്മൾ ധരിക്കണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആ റൂബി സ്റ്റോണ് കിട്ടുമോ? അത് മൈൻ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ അതിന് ഹൈ ക്വാളിറ്റി നമ്മൾ ഹൈ ക്വാളിറ്റി മാത്രം കൊടുക്കുന്നതാണ്. നമുക്ക് ലോ ക്വാളിറ്റിയിൽ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഹൈ ക്വാളിറ്റി വെച്ച് ആര് വാങ്ങിക്കും? 10 കസ്റ്റമർ മതി, നമുക്ക് 10 പേര് മതി. പക്ഷേ മേടിക്കുന്നവർ മേടിച്ചാലും മതി. പക്ഷെ ഞങ്ങളുടേത് ഒരു ഹൈ ക്വാളിറ്റി ബ്രാൻഡാണ്. കാര്യം ഞങ്ങളുടേത് പെർ ക്യാരറ്റ് ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വന്നാൽ ശാന്തം റോയൽസ് ഓഗസ്റ്റ് മുതൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ലോകത്തിൽ അത്യപൂർവമായ ഈ റെഡും ബ്ലൂവും ഗ്രീനും അല്ല, ഒരിക്കലും ഇല്ല. അല്ല, അങ്ങനെ ഒരു വാഗ്ദാനം ഒന്നും ചെയ്യാൻ. കാര്യം എൻ്റെ സമ്പാദ്യസ്ഥിതി വെച്ചിട്ട് ശാന്തം റോയൽസ് എന്ന് പറയുന്നത് മിനിമം സെക്യൂർമെൻറ്റിൽ നിന്ന് ഒരു 50 കോടി രൂപ അല്ലെങ്കിൽ ഒരു 100 ക്രോഡ്സിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ ബ്രാഞ്ചും വിദേശത്തേക്ക് ബ്രാഞ്ചും ഒക്കെ ചിന്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സംവിധാനമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. ഞാൻ ഇപ്പം നമ്മൾ ശാന്തം റോയൽസിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതായത് എനിക്ക് 1 പീസ് 2 പീസൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സമ്പാദ്യ സ്ഥിതിയിലേക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ആൾക്കാർക്ക് കാണാൻ പറ്റും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ശാന്ത റോയൽസിൽ ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്സും പ്രീഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺസും, പിന്നെ ഞങ്ങൾക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കൊടുക്കും. കാര്യം ഗ്രീൻ എന്ന് പറയുന്നത്, റെഡ് എന്ന് പറയുന്നതും എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രീഷ്യസ് ആണ്. അപ്പോൾ അത് ഞങ്ങൾക്കെടുത്ത് സെയിൽ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാനിപ്പോൾ ഒരു പിങ്ക് ഡയമണ്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് സെയിലായിട്ടേ ഉള്ളൂ. അപ്പോൾ വേറൊരു പിങ്ക് ഡയമണ്ട് ഇപ്പോൾ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ടേൺ ഓവർ കൂടുന്നുണ്ടെങ്കിലും, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട് ശാന്തം റോയൽസിൽ. ഞങ്ങളൊരു സാധനം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കേരളത്തിൽ ഞാൻ എടുത്തുകൊണ്ടൊരു 10 കോടി രൂപ മുടക്കി ഒരു ഡയമണ്ട് മേടിച്ച് വെച്ച് ഒരു നെക്ലേസും വെച്ചാൽ എത്ര പേര് മേടിക്കും? അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കാണാം. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വരികയാണ്, ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അപ്പം തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് മൈൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെയാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിലാണ് ഇത് കൂടുതലായിട്ടും കിട്ടുക എന്നുള്ളത്. അത് ആക്ച്വലി റെഡ് ഡയമണ്ട് എന്ന് പറയും. നമുക്ക് ഇന്ത്യയിൽ മൈനുണ്ട്, കോഹിനൂർ മൈനൊക്കെ ഉണ്ട്. ഓരോ രാജ്യങ്ങളിലും ഈ കല്ലിന് ഓരോ പ്രത്യേകതയുണ്ട്. ഏറ്റവും നല്ല ബ്ലൂ സഫയർ, അതായത് ഇന്ദ്രനീലം കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. കാശ്മീരി ഇന്ദ്രനീലം, കാശ്മീരി ബ്ലൂ സഫയർ എന്ന് പറയും. പക്ഷെ അതിൻ്റെ മൈൻസൊക്കെ വളരെ കുറഞ്ഞു പോയി. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഖനനം ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. അതേ സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും നല്ല കാറ്റ്സൈ വൈഡൂര്യം കിട്ടുന്നത് നമ്മളെ തിരുവനന്തപുരത്താണ് ഈ ലോകത്ത്. അതേ സ്ഥാനത്ത് ഏറ്റവും നല്ല യെല്ലോ സഫയർ കിട്ടുന്നത് നമുക്ക് എവിടെന്നാ, ശ്രീലങ്കയിൽ നിന്ന് സിലോൺ യെല്ലോ സഫയർ എന്ന് പറയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഡയമണ്ട്സ് ഖനികളുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്.
അപ്പം നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ ഏറ്റവും നല്ല റൂബി കിട്ടുന്ന ബർമയിലാണ്. ബർമ റൂബി എന്ന് പറയും അതിന്. അപ്പോൾ അത് പെർ ക്യാരറ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഗൂഗിളിൽ കയറിയിട്ട് ഹൈ ക്വാളിറ്റി ജെം സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് റൂബി സെർച്ച് ചെയ്താൽ 4.5 കോടി രൂപയുടെ ജെം സ്റ്റോണും ഉണ്ട്, 3 കോടി രൂപയുടെ റൂബിയും ഉണ്ട്, 1200 രൂപയുടെ റൂബിയും ഉണ്ട്. 1200 രൂപയുടെ റൂബി മേടിക്കുന്നവൻ സിന്തറ്റിക്കും ഗ്ലാസും മേടിക്കും. അപ്പോൾ ഈ കാറ്റഗറീസ് അനുസരിച്ച് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ അഭിലാഷ് ബാലകൃഷ്ണൻ ഇരുന്നുകൊണ്ട് പറയുന്നു ഇത് റേറ്റ്, അതല്ല. ഇത് നാച്ചുറലായിട്ട് ജെംസിനുണ്ടാവുന്നത്. പിന്നെ ഡയമണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ റാപ്പ് റിപ്പോർട്ട് പ്രകാരമുള്ള റേറ്റാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈ ലക്ഷറീസ് ബിസിനസ്സാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു ഡയമണ്ട് മെർച്ചൻ്റ് എന്ന് പറയുമ്പോൾ താങ്കളുടെ തന്നെ പറയാണ് നാളെ വരുന്ന ഒരു ഡയമണ്ട് മെർച്ചൻ്റ് ആണെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവില്ലേ, ആ ഡയമണ്ട് ഇസ് ലക്ഷറിയസ്. അത് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിലേക്ക് നമ്മളെ എത്തിച്ച ഈശ്വരന് നന്ദി, ജന്മം തന്ന മാതാപിതാക്കൾക്ക് നന്ദി, എല്ലാവരോടും നന്ദി. ഇന്നിപ്പോൾ ശാന്തമ്മ സന്തോഷത്തിലാണോ? അമ്മ സന്തോഷത്തിലാണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് കുറച്ചും കൂടി ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ പൂർണ്ണമായിട്ട് സന്തോഷത്തിലല്ല അമ്മ. അമ്മയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് കുറച്ചും കൂടി ആഗ്രഹങ്ങളുണ്ട്. അതൊരു 1 വർഷം കൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആഗ്രഹങ്ങളിരിക്കട്ടെ, മനസ്സിലിരിക്കുന്നതാണ് ഉത്തമം. അഭിലാഷ് റിഗ്രറ്റ് ചെയ്യുന്നില്ലേ അമ്മയുടെ ആഗ്രഹത്തിലായിട്ട് അന്ന് 4 വർഷം പോയി പഠിച്ചിട്ട് അത് ലൈഫിൽ എവിടെയും ഇപ്പം യൂസ് ചെയ്യുന്നില്ല, വേറെ തന്നെ മേഖലയിലേക്ക് സ്വിച്ച് ചെയ്തു? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചല്ല, ഞാൻ പഠിച്ചതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് എനിക്കുണ്ടല്ലോ. ഞാൻ പഠിച്ചതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോയാൽ എന്താണ് സെസ്ന എന്താണ്, അല്ലെങ്കിൽ ഡക്കോട്ട എന്താണ്, ഫ്ലൈറ്റ് 380 എന്താണ്, കോക്പിറ്റ് എന്താണ്, എലിറോൺ എന്താണ്, എലിവേറ്റർ എന്താണ്, ചെക്ക് ലിസ്റ്റ് എന്താണ്, ഡിഫക്ട് ലിസ്റ്റ് എന്താണ്, സിവിൽ ഏവിയേഷൻ റിക്വയർമെൻറ്റ് എന്താണ്, DGC എന്താണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്താണ്. അപ്പോൾ ഏവിയേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്കറിയാമല്ലോ. ഇപ്പം ഞാൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് എയർ കട്ടർ, എന്താണ് ടർബുലൻസ്, എന്താണ് നമ്മുടെ ഇത് വരുന്നത്, ഇതൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ഏതിൽ സക്സസ് ആവുമെന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ ആംബീഷനാണ്. അത് നമ്മൾ മനസ്സിൽ കാണുന്ന ചിത്രം നാളെ രൂപാന്തരപ്പെട്ടെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ആരും ആയിട്ടില്ല. എല്ലാ പേർക്കും അതിൻ്റെതായിട്ടുള്ള ലൈഫ് സ്റ്റെപ്പുണ്ട്. തീർച്ചയായിട്ടും ആ സ്റ്റെപ്പിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എണ്ണീറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചവിട്ടാൻ ഒരുപാട് പേര് സ്റ്റെപ്പ് ഇറങ്ങുന്നവർ ചവിട്ടും. എണ്ണീക്കുമ്പോൾ കുറേ പേരെന്ത് ചെയ്യും, കൂവും, കുറേ പേര് ചിരിക്കും, കുറേ പേര് ചേർത്ത് പിടിക്കും. അതൊക്കെ സമൂഹത്തിൻ്റെ സൗന്ദര്യമാണ്. അതൊക്കെ ചെയ്യണം. ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ, ഞാൻ ഇവിടെ സക്സസ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ആ സക്സസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സക്സസ്സോട് കൂടിയിട്ട് എൻ്റെ എല്ലാം ആയി എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നാളെ ഇതിനെക്കാട്ടിയും വലിയൊരു രീതിയിലേക്ക് മാറണം എന്നുള്ള രീതിയിലാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഈ ലോകത്ത് തന്നെ ഓൾ ഓവർ ദ വേൾഡ് ഡയമണ്ട്സ് റൗണ്ട് ബ്രില്യൻ കട്ട് മുതൽ എമറോൾഡ് കട്ട് വരെയുള്ള എല്ലാ കട്ടുകളും ഡയറക്റ്റ് മെഷീനറീസ് കൊണ്ടിട്ട് പ്രൊവൈഡ് ചെയ്ത് ലോകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള ആളാണ് ഞാൻ. അത് ശാന്തം റോയൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലൂടെ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അന്ന് ആ ഒരു എയർ ഇന്ത്യയുടെ വന്ന ലെറ്റർ കീറി കളഞ്ഞതിൽ ഇന്നിപ്പം റിഗ്രറ്റ് ചെയ്യുന്നതേയില്ല. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയോട് ഞാൻ ചെയ്യുന്നത്, മക്കളെപ്പോഴും അമ്മയ്ക്കുള്ള സ്വപ്നങ്ങൾ, മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സെക്യൂർ ചെയ്യുന്ന ആൾക്കാർ. അവർക്കപ്പുറം ഈ ലോകത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഏത് ബന്ധവും അമ്മയും അച്ഛനും ഉള്ളതുവരെ ഉള്ളൂ സഹോദര ബന്ധം എന്ന് പോലും മുൻവിധിയുള്ള ഒരാളാണ്. ജീവിതത്തിൽ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൽ നമുക്ക് വേറെ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ, ഓരോ അവസരങ്ങളിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ടാവുന്നതിനപ്പുറം നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ ആരും കാണത്തില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളുള്ള സമയത്തോളം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് വിഷമങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യലായിട്ട്. ഞാൻ പോയി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും, ബാധ്യതകളുണ്ടാക്കും. അപ്പോൾ അത് നാളെ വിഷയങ്ങളാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള സ്വപ്നത്തെക്കുറിച്ച് എൻ്റെ അമ്മ കാണത്തില്ല. പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഞാൻ ഇന്ന രീതിയിൽ വരും, ഇന്ന രീതിയിൽ ഇതാവും എന്നുള്ള. അപ്പം ആ ഒരു പ്രതീക്ഷയിലൂടെ സഞ്ചരിച്ച് ഇന്ന് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇന്നിപ്പോൾ ഇനി ശാന്തം റോയൽസും കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാ ആ ഉണ്ടാക്കിയ മുറിവുകളും കാര്യങ്ങളും എല്ലാം അതിലൂടെ നികത്തി അമ്മയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വണ്ണം ഇപ്പോഴും ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നിപ്പോൾ പുതിയൊരു മാർക്കറ്റ് സൃഷ്ടിക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് ജ്വല്ലറിയും കാര്യങ്ങളും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം എത്ര ഗോൾഡ് ഷോപ്പാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഗോൾഡ് ഷോപ്പിലും നമുക്ക് ഡയമണ്ട്സും അവൈലബിൾ ആണ്. പക്ഷേ ഇനി മുതൽ നമുക്ക് ശാന്തം റോയൽസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ബാക്കി എല്ലായിടത്തിനേക്കാട്ടിലും ഒരു പൊടിക്കും കൂടെ ക്വാളിറ്റി കൂടിയ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ല, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ
ഡയമണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ഒന്നാണ്. അത് ഡയമണ്ട്സിൻ്റെ വിവിധ കാറ്റഗറികൾ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ VVS1 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഷോറൂമിൽ ഒരു ജുവലറിയിൽ പോയി ഡയമണ്ട്സ് മേടിച്ചാൽ നമ്മുടെ അതിലും അത് തന്നെയാണ് VVS1 കാറ്റഗറി വരിക. അവരുടെ വേറെയാണ്, അത് ഞാൻ പറയത്തില്ല. പിന്നെ കൊടുക്കുന്നവർക്ക് എന്ത് വേണോ ചിന്തിക്കാം, അവർക്ക് ഏത് രീതിയിലുള്ളത് കൊടുക്കുന്നു എന്നുള്ളത് കസ്റ്റമറുടെ ട്രസ്റ്റിനനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ നാച്ചുറലായിട്ടേ കൊടുക്കത്തുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ സിന്തറ്റിക് ഇല്ല, ഞങ്ങളുടെ കയ്യിൽ CVD ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഫേക്ക് ഡയമണ്ട്സ് ഇല്ല, ഞങ്ങളുടെ കയ്യിൽ നാച്ചുറൽ GI സർട്ടിഫിക്കറ്റ് ഉള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഓൺ ലാബ് ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പം താങ്കളുടെ ഡയമണ്ട് ആണെങ്കിൽ GIയുടെ ലാബ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഞങ്ങൾ ഡയമണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓണർഷിപ്പിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്തിട്ട് അത് ഞങ്ങൾ സെയിൽ ചെയ്യുകയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതെങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത്. ഇന്നിവിടെ കാണുന്ന മിക്ക സ്ഥാപനങ്ങളും 40 വർഷം 50 വർഷം പഴക്കമുണ്ട്. അതേ സ്ഥാനത്ത് ഞാനിരുന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ സ്ഥാപനത്തിന് 50 വർഷം പഴക്കം ഉണ്ടായിട്ടേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ എനിക്കിപ്പം പ്രായം എത്രയായി? 50 വർഷം കൂടി ഞാൻ നോക്കിയിരുന്ന മൊത്തം ഒരു എത്ര വയസ്സാവും? അപ്പോൾ 1970 കാലഘട്ടത്തിൽ തുടങ്ങിയതുപോലെയല്ല 2026 തുടങ്ങുന്നത്. നമ്മുടെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു ഫുട്പാത്തിലിട്ട് ഡ്രസ്സ് വിറ്റിട്ടാണ് അവർ ഗ്രാജുവലി അവരൊരു ടെക്സ്റ്റൈൽസ് എത്തിയെന്ന് അന്ന് പറയാം. അപ്പോൾ ആൾക്കാരെല്ലാം പറയും, ഫുട്പാത്തിൽ നിന്ന് ചെയ്തിട്ടാണ് അയാൾ ഇങ്ങനെ എത്തിയത്. ഇന്ന് ഏതെങ്കിലും ഒരു ആൾക്ക് ഒരു 20 സ്റ്റാർട്ടപ്പ് സംവിധാനം തുടങ്ങണ കുറേ സാധനം മേടിച്ചുകൊണ്ട് ഫുട്പാത്തിലിട്ടാൽ അവൻ അതുപോലെ സ്ഥാപനത്തിലേക്ക് എത്തുമോ? കാര്യം 1970 ഫുട്പാത്തിൽ സാധനം കിടന്നാലും അത് ചിലപ്പോൾ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നായിരിക്കും. മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അടുത്തടുത്ത് കോമ്പറ്റീഷനാണ്, എല്ലാത്തിലും കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രിയേറ്റിവിറ്റിയിലൂടെ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മളുടെ പ്രൊഫഷനിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ക്വാളിറ്റി ബേസിലുള്ളത്, അവിടെ ഒരു കോംപ്രമൈസ് വയ്ക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് കസ്റ്റമർ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ താനേ നമുക്ക് സക്സസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ചോദിക്കട്ടെ, ചില ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലർ പറയും ആ ഷോപ്പിലെ ഡയമണ്ടിനെക്കാട്ടിലും തിളക്കം കൂടുതൽ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ അവിടുത്തെ ഡയമണ്ട്സിന് കുറച്ചും കൂടെ തിളക്കം കൂടുതലുണ്ടല്ലോ എന്ന് ഇങ്ങനെ പൊതുവേ ഒന്ന് പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് സത്യാവസ്ഥ ഇപ്പം എന്താ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യെസ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു അഭിപ്രായമാണ്. കാര്യം അവർ കൊടുക്കുന്നത് ചിലപ്പോൾ ലോ ഗ്രേഡ് ആയിരിക്കും. ഈ കളർ എന്ന് പറയുന്നത് ഡയമണ്ട് റിഫ്ലക്ഷൻ വരുന്നത് ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. VVS1 കളർ ഗ്രേഡ് D എന്ന് പറയുന്ന ഒരു ഡയമണ്ട് ഉണ്ട്. അതിൻ്റെ ഒരു ക്യാരറ്റൊക്കെ എടുത്ത് നല്ല തിളക്കമായിരിക്കും, പക്ഷേ അതിൻ്റെ റേറ്റും ഹൈ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ 15,000 രൂപയ്ക്ക് ഒരു ഡയമണ്ടിൻ്റെ ഒരു 5 സെൻറ്റ് മേടിച്ചിട്ട് അതിൽ തിളക്കം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അത് ഏറ്റവും ലോ ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് ഒരു നെക്ലേസ് നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ധരിക്കുമ്പോൾ ഒരു ലൈറ്റ് ഓഫ് ചെയ്താൽ അത് അത്രയും റിഫ്ലക്റ്റഡ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലാരിറ്റി അനുസരിച്ച് കളർ ഗ്രേഡിനനുസരിച്ച് അതിൻ്റെ റിഫ്രാക്ഷൻ ഉണ്ടാവും. പിന്നെ മിക്കവരും ഈ മോസനൈറ്റൊക്കെ ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അത് നമ്മൾ പറയുന്നില്ല, അത് മാർക്കറ്റ് വിഷയങ്ങളാണ്. അത് അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഇപ്പം സാറിനൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഏതാണ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഡയമണ്ട് ഏത് മോശം ഏത് ഫേക്ക് എന്നുള്ളത്. പക്ഷെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നമുക്കിത് അറിയില്ല അല്ലേ? അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഡയമണ്ട് ആണെങ്കിലും നല്ലൊരു ഷോപ്പിൽ അവരത് വിൽക്കുമ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ മേളിലാണ് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുക. നമ്മൾ അവരുടെ ആ ഒരു ഇത് നമ്മൾ പോയിട്ട് ഇവിടെ കിട്ടുന്നത് വില കൂടിയത് കാണുമ്പോൾ ഇത് പ്യുവർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോയി കസ്റ്റമർ വാങ്ങുന്നുണ്ടാവുക. പക്ഷേ കസ്റ്റമർക്ക് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല അല്ലേ? ഉണ്ടല്ലോ, ലാബുണ്ടല്ലോ. ഇന്ന് നമുക്ക് ലാബുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഓരോ ആൾക്കാർക്കും, ഇപ്പം താങ്കളുടെ കയ്യിൽ ഒരു ഡയമണ്ട് ഇരിക്കുകയാണെങ്കിൽ നേരെ ലാബിൽ കൊണ്ടുപോയിട്ട് ഈ ഡയമണ്ട് കറക്റ്റ് ഡയമണ്ട് ആണോ, ഇപ്പം ഞങ്ങൾ തന്നെ ഡയമണ്ട് തന്നാലും നിങ്ങൾക്കത് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് ഈ ഡയമണ്ട് ഈ ക്ലാരിറ്റി ആണോ, ഇതിൻ്റെ കാര്യമാണോ, ഇത് രീതിയിലാണോ എന്നും വെരിഫൈ ചെയ്യാമല്ലോ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റേറ്റിനനുസരിച്ചിട്ടുള്ള കാര്യമാണോ നോക്കാമല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്ന പൊതുവിലുള്ള രീതിയിൽ നമ്മൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള
കറക്റ്റ് മെഷർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഡയമണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് ഉണ്ട്, സ്റ്റോൺസ് മെഷർ ചെയ്യാനുള്ള മെഷീനറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് അത് വരും. ഇപ്പോൾ ഡയമണ്ട്സിനെ കുറിച്ച്, കല്ലുകളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയ സമയത്ത് ബാക്കിയുള്ള, അതായത് ജെം സ്റ്റോൺസിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഒരു അറിവ് നേടാൻ പറ്റി. നക്ഷത്രങ്ങളെക്കുറിച്ചും ഏതൊക്കെ നക്ഷത്രത്തിലുള്ളവർ എന്തൊക്കെ ഇടണം, ഇതെല്ലാം അഭിലാഷ് ഈ ഒരു ജേണിയിലൂടെ മനസ്സിലാക്കിയെടുത്ത അറിവുകളാണ് അല്ലേ? ആക്ച്വലി ഞാൻ ഈ ജേണിയിലൂടെ നക്ഷത്രങ്ങളെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർമ്മഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ ഈ ജ്യോത്സ്യപ്രകാരം ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കല്ല് നമ്മളിവിടെ സെയിൽ ചെയ്യണമെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ജെം സ്റ്റോൺ, ഒരു റിങ് ധരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ടല്ലേ ആ ജെം സ്റ്റോൺ കൊടുക്കേണ്ടത് അവർക്ക്. ഇപ്പം ഞാൻ താങ്കൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ വെറുതെ ഞാൻ പറയുകയാണ്, നിങ്ങൾ നാളെ യെല്ലോ സഫയർ ധരിച്ചു. പക്ഷേ യെല്ലോ സഫയർ ഏറ്റവും ദോഷമായിരിക്കും, താങ്കൾക്ക് ധരിക്കാനേ പാടില്ലാത്തതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അവരോട് ചെയ്യുന്നൊരു ചതിയാണ്. അത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നമുക്ക് ജെം സ്റ്റോൺസിനെ കുറിച്ച് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മോശം കല്ലിലേക്ക് വിടരുത്. കാര്യം ഇതിന് നമ്മൾ ആവശ്യമില്ലാത്ത സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഇത് മൂൺ സ്റ്റോണാണ്. ഈ സ്റ്റോണ് ഇതെന്തിനു ഞാൻ ധരിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ അനിഴ നക്ഷത്രമാണ്, എൻ്റെ അമ്മ ഭരണി നക്ഷത്രമാണ്. അപ്പോൾ ഭരണി അനിഴവും കൂടി എപ്പോഴും കലഹമാണ്. അപ്പം ഒരു പരിധി വരെ നമ്മളെ അതിൽ സംരക്ഷിക്കും. നമ്മുടെ ശരീരത്തിനൊരു കൂൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് സിൽവറിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഓരോ സ്റ്റോണും ധരിക്കുമ്പോൾ അത് നമുക്കിത് സിൽവർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ശുക്രനാണ്. അപ്പോൾ അതനുസരിച്ച് സിൽവറിലേ ധരിക്കാൻ പാടുള്ളൂന്നുണ്ട്. എമറോൾഡ് ആണെങ്കിൽ ഗോൾഡിലേ ധരിക്കാൻ പാടുള്ളൂന്നുണ്ട്. അങ്ങനെ ഓരോന്നും ധരിക്കുമ്പോൾ നമുക്കത് ഞാൻ ഈ പറയുന്നതിനെക്കാട്ടി നല്ലത്, എനിക്കൊരു ഇടയ്ക്കൊരു 2 മാസം മുമ്പ് ഒരു ക്ലയൻറ്റ് വന്നായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് സാർ കാണണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വന്നതാണ്. അവർ വന്നിട്ട് അവരുടെ മകന് വേണ്ടിയിട്ടൊരു റൂബി, അപ്പം ഞാനത് ആ റൂബി കൊടുക്കുമ്പോൾ ഹൈ ക്വാളിറ്റി റൂബിയാണ്. അപ്പം ഒരു നല്ലൊരു എമൗണ്ടിന് എടുത്തത്, ലക്ഷങ്ങളുടെ ഇതിനെടുത്ത് അവർ. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ റെമഡീസിൽ അവർ അത് യൂസ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നമ്മുടെ ആറ്റുകോവിൽ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരും, അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ യാദൃശ്യമായിട്ടില്ല അവരെ കാണുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാനിത് തമാശയും രൂപേണ പറയുകയാണ്. കണ്ടപ്പോൾ അവർ രണ്ടുപേരും ഓടി എൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത കല്ലിനി ശക്തിയില്ലേ ദൈവമേ, കല്ലിനി ഇതാണ്, എന്താണ് റിയാക്ഷൻ, എന്താണ് കാര്യങ്ങൾ. വന്നിട്ടിപ്പോൾ അനിയനെ കാണാനില്ല. 3-ാമത്തെ ആളിനെ ഞാൻ നോക്കിയപ്പോൾ അവനെ കാണാനില്ല, അവൻ മാറി നിൽക്കുക. വന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞ പയ്യൻ കുറച്ച് മാറ്റങ്ങളുണ്ടായ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാര്യം ഒരു അമ്മയും മകനുമാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും നല്ല ഉറക്കം ഉണ്ടാകും, നമുക്ക് പ്രഷർ ഭയങ്കരമായിട്ട് ഹെവി ആവത്തില്ല. അപ്പം എത്രയും കൂളിംഗ് അത് ധരിക്കേണ്ട രീതിയിൽ നമ്മൾ ധരിക്കണം. ഒരു അറിവുള്ള നല്ലൊരാളിനെ പോയി കണ്ട് നമ്മളെ ഗ്രഹ സമയവും നമ്മുടെ ജനന സമയമൊക്കെ നോക്കി അത് ആനുപാതികമായിട്ട് ധരിച്ച് എത്ര ഭാരത്തിനനുസരിച്ച് എത്ര ക്യാരറ്റ് ധരിക്കുക. എനിക്ക് ഓരോ ക്യാരറ്റ് കൂടുമ്പോഴും ബിസിനസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഞങ്ങളുടെ സ്ഥാപനത്തിൽ 1 ക്യാരറ്റ് താങ്കൾ കൂടുതൽ മേടിച്ചാൽ അതെൻ്റെ പ്രോഫിറ്റാണ്. അപ്പം പക്ഷേ താങ്കൾക്ക് അനുയോജ്യമല്ലാത്ത ക്യാരറ്റാണ് തരുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കിഡ്നിയെ വരെ ബാധിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങളുണ്ടാവും. ബോഡിയിൽ നമുക്കൊരു എനർജി താങ്ങാൻ പറ്റത്തില്ല, ഒരു പരിധി കൂടുതൽ എനർജി. എന്തുകൊണ്ടാണ് നമ്മൾ ഷോക്ക് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നത്? ഇലക്ട്രിസിറ്റി. നമുക്കൊരു എനർജി എന്ന് പറയുന്നത് അത് നമ്മുടെ അളവിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ അളവിലുള്ള എനർജിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ജെം സ്റ്റോൺസ് ധരിക്കുക എന്ന് പറയുന്നതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നോക്കി ധരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ധരിക്കാതിരിക്കുക അത്ര തന്നെയാണ്. ചില ആൾക്കാർ പറയും, പിന്നെ ഒരു കല്ല്, വിശ്വാസമില്ലാത്തവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കല്ലിട്ടെന്ന് വെച്ചിട്ട് ഇത്രയും വലിയ ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നോ, ഇതൊക്കെ വെറുതെ അവരുടെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇതെന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അഭിലാഷ് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ സമയത്തിന്, നമ്മുടെ നാളിന് ചേരുന്ന രീതിയിലുള്ളത് നോക്കി ധരിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ കല്ലാണെങ്കിൽ പോലും അതിന് മാജിക്കലായിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും അത് പറയുന്നുണ്ട്, ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വരുന്നത്. ഇവിടെ ഒരുപാട് റെമഡീസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിൽ ഒരു റെമഡീസാണ് ജെം സ്റ്റോൺസ് എന്ന് പറയുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നു, ഈശ്വര എന്ന് വിളിക്കുന്നു, ആ ചൈതന്യ, ആ എനർജി നമുക്കുണ്ടാകുന്നു. എനർജി ഉണ്ടല്ലോ, പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്.
അപ്പം നെഗറ്റീവ് എനർജി ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. തീർച്ചയായിട്ടും. പ്രകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഇരുട്ടുണ്ടാവും. അതുപോലെ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മുടെ എനർജി, അപ്പം ഇതെന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ നിന്ന് കിട്ടുന്ന, ഇത് ആരും ചെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നിസ്സാരമായിട്ടൊരു കല്ലെന്ന് പറയാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും കല്ലുണ്ടാവണമല്ലോ, നിസ്സാരമായിട്ടുള്ള കല്ലാണെങ്കിൽ. ഇപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ കുറേ യെല്ലോ സഫയർ കിടക്കണമല്ലോ. എല്ലായിടത്തും പാറയില്ലേ? എല്ലാ പാറയും കല്ലാവുമോ? യെല്ലോ സഫയർ എന്നും ബ്ലൂ സഫയർ എന്നും എമറോൾഡ് എന്നും വൈറ്റ് സഫയർ എന്നും ഡയമണ്ട് എന്നും റൂബി എന്നും ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. നമ്മളെന്തിനാണ് യോഗ ചെയ്യുന്നത്? യോഗ ചെയ്യുന്ന മെഡിറ്റേഷൻ എന്തിനാണ് ചെയ്യുന്നത്? അതുപോലെ നമുക്കുണ്ടാകുന്ന എനർജി ക്ലിയറായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റെമഡീസിൽ ഒരു റെമഡീസാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. അത് അത്ഭുതകരമായിട്ടുള്ള റെമഡീസ് നമ്മുടെ ശരീരത്തിൽ ധരിച്ച് പ്രകാശം അടിക്കാൻ മാത്രമേ ഉള്ളൂ. അത് ലോക്കറ്റായിട്ടൊന്നും ധരിച്ചതുകൊണ്ടൊന്നും ഞാൻ യോജിക്കുന്ന ആളല്ല. പിന്നെ നമ്മുടെ ഇത് മേടിച്ചിട്ട് നവരത്ന മോതിരം മേടിച്ച് ധരിക്കുന്നത് വളരെ ദോഷമാണ്. അതൊരു കാരണവശാലും ധരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ആ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് പറയുന്നത്? നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, അത് മറ്റൊന്നിനെ ദോഷപ്പെടുത്തിക്കൊണ്ടാവരുത്. പക്ഷെ അതിൽ ഗുണമില്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. അത് മറ്റൊരാളെ വേദനിപ്പിക്കാനോ മറ്റൊരാളെ ബിസിനസ് തകർക്കാനോ അല്ല. ഞാൻ പറയുന്നു, അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണത്തിന് വേണ്ടി നിങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല, ദോഷമേ സംഭവിക്കൂ. ഒരു നവരത്ന മോതിരം മേടിച്ചിട്ട് ഒരാഴ്ച ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ മാറ്റം എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞേ. അത് കൃത്യമായിട്ട് മനസ്സിലാവും. നവരത്ന മോതിരം നമ്മൾ ഇടുമ്പോൾ ആ ഒരു ഇത് നമുക്കുണ്ടാകുന്നത് ഒരു അൺസ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ നാച്ചുറൽ കല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ മറ്റേ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇട്ടാൽ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിടാം. നാച്ചുറലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ നാച്ചുറലായിട്ടൊരു കല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മിനറൽസ് ഉണ്ട്. മിനറൽസ് എങ്ങനെ രൂപാന്തരപ്പെട്ടു? ഭൂമിക്കടിയിൽ ഇത്രയും കാലങ്ങളിൽ കിടക്കുന്നത് കൊണ്ട് മിനറൽസ് രൂപാന്തരപ്പെട്ടു. അതേ സ്ഥാനത്ത് എങ്ങനെയാണ് മിനറൽസ് അതിൻ്റെ അകത്തെ ഫോം ചെയ്തത്? പ്രഷർ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്? ആ പ്രഷർ ഈ മർദ്ദത്തിൻ്റെ വ്യതിയാനം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? എത്രാമത്തെ ലെയറിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്? ഇതൊക്കെ ഒരു ലോങ് ജേണി പ്രോസസ്സിംഗ് അല്ലേ? ഒരു ഡയമണ്ട് എന്ന് പറയുന്നത് ഖനനം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടില്ല, നിസ്സാരമായിട്ട് ഖനനം ചെയ്യാൻ പറ്റുന്നതാണോ? ഇന്ന് നമ്മുടെ ഏറ്റവും നല്ല ലക്ഷറീസ് ബിസിനസ്സായിട്ട് നിൽക്കുന്നത് ഡയമണ്ട് ബിസിനസ് അല്ലേ? എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത എന്താ? എപ്പോഴും ചിന്തിക്കണം. എല്ലാവരെ കൊണ്ടും ഡയമണ്ടും സ്റ്റോൺസും ഒന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 50,000 രൂപയ്ക്ക് ഒരു ഷോപ്പുണ്ടെങ്കിൽ അതൊരു 100-500 ഷോപ്പില്ലേ, 1000 ഷോപ്പില്ലേ? അതേ സ്ഥാനത്ത് 50 ലക്ഷത്തിനുള്ള എത്ര ഷോപ്പുണ്ട്? അതൊരു 10 കോടിക്ക് മേളിലുള്ള എത്ര എണ്ണം ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം ഇപ്പം മാളോ ലുലു എല്ലാം ആയി പോകത്തില്ലേ? അപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഓരോ ബിസിനസ്സിനും ഓരോ ഘടനയുണ്ട്. പ്രോഫിറ്റ് കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. നമ്മുടെ അതിൽ റിസ്ക് കൂടുതലാണ്, പക്ഷെ പ്രോഫിറ്റ് കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ അറിവും നോളജും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ അറിവിൻ്റെ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ഈസ് വെരി ഹൈ. അപ്പോഴാണ് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ലൈസൻസ് 100 crores എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അലോഡ് ചെയ്യുമ്പോൾ അവർക്ക് ശാന്ത റോയൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സക്സസ് ഉണ്ടാവും. അവർ കാണുന്നൊരു വീക്ഷണം ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ സക്സസ്. ഞങ്ങൾ കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് തുടങ്ങാൻ പോകുന്നത് ട്രിവാൻഡ്രത്താണ്. ഞങ്ങളുടെ ആര്യശാലയിലാണ്. ഞങ്ങളുടെ ആട് തന്നെയാണ് അവിടെ എല്ലാം. ഓക്കെ. അതിനുശേഷം ഇനി ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി പോലെയോ അല്ലെങ്കിൽ വേറെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും? കേരളത്തിൽ ആകെ 2 ബ്രാഞ്ച് ഞങ്ങൾക്കുള്ളൂ. ഒന്ന് എറണാകുളത്ത്, അവിടെ മാത്രമേ ഉണ്ടാവും. ഓക്കെ, എറണാകുളത്തും തിരുവനന്തപുരത്തും ആയിരിക്കും. അതിനുശേഷം പിന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക്, ബാംഗ്ലൂർ, പുറത്തേക്ക് നോക്കുന്നുണ്ട്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് ഇന്റർനാഷണലിലേക്ക് പോകും. ഞങ്ങൾ ഇന്റർനാഷണലിലേക്ക് പോകാൻ വളരെ ഈ ഷോറൂംസിന്റെ കാര്യത്തിൽ പോകാൻ താമസിക്കുന്നതിന്റെ കാരണം നമ്മുടെ നാട്, നമ്മളുടെ വളർച്ച നമ്മുടെ നാട്ടിനുള്ളിലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ സക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു സാധനം സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് കുറച്ച് പ്രയാസമാണെങ്കിലും അത് പിന്നീട് സക്സസ് ആയിക്കോളും. ആ പ്രയാസത്തെ നമ്മൾ അതിജീവിച്ചാൽ മതി. എന്ത് നമ്മുടെ നാടിന് വേണ്ടി ചെയ്താലും അത് നമ്മളെ നാട്ടിൽ ഗുണപ്രദമായി മാറുമ്പോഴാണ് ഒരു ബിസിനസ് മാൻ എപ്പോഴും സക്സസ് ആവുന്നത്. നമ്മുടെ നാട്ടിൽ ആദ്യം സക്സസ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ സക്സസ് ആകുമ്പോൾ
ഓപ്പർച്യൂണിറ്റീസ് വിൽ കം, വന്നോളും. വന്നോളും. നമുക്ക് നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വേറൊരു രാജ്യത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് അവിടെ ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ല. അവർ നമ്മളെ ക്ഷണിക്കണം. അതാണ് എൻ്റെ ചിന്ത. അവർ നമ്മളെ ക്ഷണിക്കണം. അതെ, പ്ലീസ് കം ടു, അതെ, ശാന്ത റോയൽസ് വരൂ, നിങ്ങൾ അവിടെ ഒരു ഷോറൂം ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യൂ എന്ന് നമ്മളെ ക്ഷണിക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ഞാൻ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കുന്ന സ്ഥലം സക്സസ് ആയാൽ മാത്രമേ നമ്മൾ പോകുന്ന സ്ഥലവും സക്സസ് ആവുള്ളൂ. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം സക്സസ് ആക്കാൻ വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ഈശ്വരൻ തരുമെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ജേർണി ഓൾമോസ്റ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു, അതിന്റെ എല്ലാ രീതിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സക്സസിലേക്ക് എത്തി, ഓൾമോസ്റ്റ് എത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനിടയിലും അഭിലാഷിനേതായിട്ടുള്ള ഒരു ചാനലുണ്ട്. അഭിലാഷിനേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അഭിലാഷ് അതിലൂടെ ഓരോ കല്ലുകളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആ ചാനലിലൂടെ അഭിലാഷ് പറയുന്നുണ്ട്. പക്ഷേ ആ കോണ്ടന്റ് പറഞ്ഞതിന് ശേഷം അഭിലാഷിൻ്റെ ഉള്ളിൽ ഈ സൊസൈറ്റിയോട്, അതായത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്, അഭിലാഷിനുള്ളൊരു പൊളിറ്റീഷ്യനും കൂടെ അവിടെ ആ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാം. അതായത് ആ ഒരു പൊളിറ്റീഷ്യൻ സമൂഹത്തിലെ ആൾക്കാരുടെ ചിന്താഗതി, നിങ്ങൾ നല്ലത് ചെയ്യൂ, നല്ലത് കാണൂ എന്നുള്ള ഒരു മെസ്സേജും കൂടെ കൊടുത്തുകൊണ്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അത് അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും നമുക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കേട്ടാൽ ചിലപ്പോൾ ഞാൻ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഗത്തും ശരികളും ഉണ്ടാവും, തെറ്റുകളും ഉണ്ടാവും. ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മൾ അഭിപ്രായങ്ങളെന്ന് പറയുന്നത് നമ്മൾ പറയുക, അത് ഒരാൾക്ക് തന്നെ ഗുണപ്രദമായി അത് നന്നായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അഭിപ്രായം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു ബിസിനസ്സിന് ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഒരു ബിസിനസ്സിൻ്റെ നമ്മുടെ സ്ട്രക്ചറാണ് സംസാരിക്കുന്നത്. എന്നെപ്പോലെ എത്രയോ പേര് കാണും. ഇവർക്ക് നാളെ ഒരു ഡയമണ്ടിൻ്റെ ബിസിനസ് തുടങ്ങണമെന്ന് ചിന്താഗതി അവർക്ക് വന്നാൽ, അവർക്ക് സക്സസ് ആവണമെങ്കിൽ അവർക്കും കഷ്ടപ്പെട്ടാൽ സക്സസ് ആവും. അതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടോ നമുക്ക് ആരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒന്നും വേണ്ട, താനേ വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇരുന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത രീതിയാണ് ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആവുക, സഹകരണ ബാങ്കിൻ്റെ. ഞാൻ പോയി സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി. അതുവഴി അതിന് എന്തൊക്കെ ദോഷങ്ങൾ കേൾക്കാൻ പറ്റുമോ അതെല്ലാം കേട്ട ഒരാളാണ് ഞാൻ. എനിക്കതറിയില്ല, നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ സുഹൃത്ത് വലയങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ചതികളാണതൊക്കെ. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും സഹായം ചെയ്യുക, അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും കിട്ടുന്നതിലായാലും നമ്മൾ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത്, അല്ലെങ്കിൽ ഇടം കൈ കൊടുക്കുന്ന വല ഏതാണെന്ന് കൺഫ്യൂഷൻ അറിയില്ല. പക്ഷേ നമ്മളൊരാൾക്ക് ഒരു നന്മ ചെയ്താൽ അത് നമ്മളിലേക്ക് വരുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് പറ്റാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക, നമുക്ക് ആഗ്രഹങ്ങൾ എന്തുണ്ടോ അതിലേക്ക് യാത്ര ചെയ്യുക. അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്മൂത്തായിരിക്കും എന്നുള്ളത്. പിന്നെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതൊരു ബിസിനസ്സിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്തെടുത്ത് ഇൻവെസ്റ്റ്മെൻ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നമുക്കതിലേക്കുള്ളൊരു ബിസിനസ് നമുക്ക് വരിക. ഇപ്പം ഞാനൊരു ഡയമണ്ട് എടുക്കുന്നു. ഒരു ഡയമണ്ട് എടുക്കണമെങ്കിൽ മിനിമം 7 crore മുതൽ 10 crore വരെ ആവും. ഞാനതെടുത്തു, അത് ഞാൻ സെയിൽ ചെയ്യുന്നു. അത് സെയിലിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് സെയിലിൻ്റെ കുറിച്ച് ധാരണയുണ്ടാവും, പർച്ചേസിങ്ങിനെ കുറിച്ച് ധാരണയുണ്ടാവും. അത് ഞാൻ സെയിൽ ചെയ്താൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ആ പ്രോഫിറ്റ് കിട്ടിയാൽ അടുത്ത സെയിൽ എന്ത് ചെയ്യുക, അതിലൂടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രാജുവലി ഉണ്ടാക്കുന്ന ഒരിതാണ് എൻ്റെ ശാന്ത റോയൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത്രയും ലേറ്റ് ആവാൻ കാരണം. ഒരു സുപ്രഭാതത്തിൽ ശാന്ത റോയൽസ് ഉണ്ടായതല്ല. ഞാൻ ഈ എടുക്കുന്ന ജേണി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഏൺ ചെയ്ത് നമ്മൾ ഈ ശാന്ത റോയൽസിലേക്ക് എത്തുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. കാര്യം എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അമ്മയ്ക്ക് ഞാൻ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുമെന്നുള്ളൊരിതാണ്. അപ്പം ബിസിനസ്സിൽ നമ്മളെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആ വിശ്വാസത്തിനപ്പുറം നമ്മളെ പ്രവൃത്തിയാണ് ഈശ്വരൻ. ഒരു കാര്യം ചെയ്യുന്നത് ആരുടെയും വാക്ക്, ഇന്ന് ഞാനൊരു ഡയമണ്ട് എടുക്കാൻ പോയാൽ ആര് പറഞ്ഞാലും ഞാൻ അവിടെ നിന്ന് നിങ്ങൾ ചെയ്യും, ഇവിടെ നിന്ന് ചെയ്യുമെന്ന് പറയില്ല. എത്ര ദൂരമാണെങ്കിലും ഞാൻ പോവും. ഞാൻ പോയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യും, ഞാൻ കാണും, ഞാൻ എടുക്കും. എനിക്ക് വേണമെങ്കിൽ ഒരാളെ വിശ്വസിച്ചിട്ട് അവിടെ എത്രയോ പേരുണ്ട്. ഓൾ ഓവർ ദ ഇന്ത്യക്കകത്ത് എല്ലായിടത്തും ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട്. വിളിച്ച് പറഞ്ഞാൽ അവരവിടെ ചെയ്യും. പക്ഷെ ഒരു പർച്ചേസിങ് എന്ന് പറയുന്നത് ഞാൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്.
അത് വേറെ ഒരു തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കാര്യം ഇന്നൊരു ലോസ് ഉണ്ടായാൽ നാളെ രാവിലെ ഞാൻ ദരിദ്രനാണ്. ഒരു ഡയമണ്ട് മർച്ചൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കിട്ടുന്ന പ്രോഫിറ്റ് വലുതായിരിക്കും, സന്തോഷം ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ അതുപോലെ പോകാനും വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു പ്രലോഭനങ്ങൾക്ക് ഞാൻ അടിമപ്പെടത്തില്ല. ഇതായിരിക്കുമോ അഭിലാഷ് ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു അറിവിൽ നിന്നും ജേർണിയിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം എന്ന് പറയുന്നത്? കാരണം എത്രയോ റിസ്ക് ഉള്ള, എത്രയോ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പം അഭിലാഷ് നേടിയെടുത്തിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരുപാട് റിസ്ക്കും ഉണ്ട് അല്ലേ? ഇപ്പോൾ ലൈഫിലെ ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് തന്നെയായിരിക്കും. ലൈഫിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് ഒരിക്കലും ലൈഫിലെ ഏറ്റവും വലിയ പാഠം പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. ബിസിനസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ ലൈഫ് ഒരിക്കലും സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അറ്റ് പ്രസൻറ്റിൽ എന്തുണ്ടോ അതാണ് ഒരു ബിസിനസ്സുകാരൻ. അവന് നാളെ ഫ്യൂച്ചറിൽ എന്തുണ്ടാവുമെന്നുള്ളതല്ല, മുന്നേ എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല. കുറച്ച് കാലം മുമ്പ് ഞാൻ ആനപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ പോകുന്നത് ഓട്ടോറിക്ഷയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് അല്ല, അത് പരാജയമാണ്. പക്ഷേ ഓട്ടോറിക്ഷയിൽ നിന്ന് വന്നിട്ട് ആനപ്പുറത്ത് പോകാൻ സാധിക്കുന്നതാണ് സക്സസ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സക്സസ്സിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മളെപ്പോലെ എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ദൈവം സഹായിച്ച് സംസാരിക്കാനുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ശത്രുക്കളുണ്ടാകുന്നത് എങ്ങനെ? ബിസിനസ്സിൽ എങ്ങനെയാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്? നമ്മൾ വളർന്നു വന്നാൽ മറ്റൊരാൾക്ക് ആപത്താണെന്ന് പറയുമ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾ നമ്മുടെ ശത്രുവാകും. ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഇപ്പം നമ്മൾ ശാന്ത റോയൽസിൻ്റെ ഒരു ഷോറൂം വരുമ്പോൾ അടുത്ത ഡയമണ്ട്സും സ്റ്റോൺസിൻ്റെ ഉള്ളവർ നമ്മളെ കാണുമ്പോൾ ഒരു വാശി. എനിക്ക് ആരോടും ഇല്ല. നിങ്ങളെന്നെ സ്നേഹിച്ചോ സ്നേഹിക്കാതിരുന്നോ അതെന്നെ വിഷയമേ അല്ല. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. നമ്മളെ സ്ഥാപനം എല്ലാവരെയും സ്നേഹിക്കും. ആ സ്ഥാപനത്തിൽ നിന്ന് 1 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് നന്ദിയുള്ളവരും കടപ്പെട്ടവരുമായിരിക്കും. അത് ഞങ്ങളുടെ പോളിസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ബ്രാൻഡാണ് ശാന്തർ റോയൽ. അതിന് കൃത്യമായ ആശയങ്ങളുണ്ട്, അത് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്, അത് കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ പേരാണ്. ആ പേരിനെ 1% പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ശാന്ത റോയൽസ് പോകത്തുമില്ല. ഇതാണ് നമ്മൾക്കുള്ള ട്രസ്റ്റ്. ആ ട്രസ്റ്റിനപ്പുറം ഒന്നുമില്ല. അതിലാണ് ശാന്ത റോയൽസിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് വിശ്വസിക്കുന്നത് ഞാൻ. വാവ്, സൂപ്പർ. അപ്പോൾ ആ പറഞ്ഞ വാക്കുകളോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഡ്രീം തന്നെയാണ് അഭിലാഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, ഇന്നിപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ആ ഒന്നും അറിയാതിരുന്ന, കല്ലുകൾ കണ്ടാൽ അത് ഡയമണ്ട് ആണോ വെറും കല്ലാണോ എന്ന് പോലും അറിയാതിരുന്ന ഒരു പ്രായത്തിൽ തുടങ്ങിയതാണ്. പിന്നെ എല്ലാം കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ച് സ്വന്തം എക്സ്പീരിയൻസിൽ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ജനങ്ങൾക്ക് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമുള്ള സംഭവങ്ങൾ മാത്രം കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു അല്ലേ? നമുക്കറിയാം ഈ ഒരു ജേണി എന്ന് പറഞ്ഞ അഭിലാഷിൻ്റെ ജേണി തീർച്ചയായിട്ടും ഫുൾ കളർഫുൾ ആയിട്ടുള്ളതും സ്വീറ്റ് ആയിട്ടുള്ളതും ഒന്നും ആയിരുന്നിരിക്കില്ല. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പലതും പഠിച്ചും വിജയിച്ചും പരാജയപ്പെട്ടും ഒക്കെ നേടിയെടുത്തതാണ് ഇന്നിപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന ശാന്തം റോയൽസ്. ഈ ഒരു എന്താ പറയുക, പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഈ ഒരു ശാന്തം റോയൽസ് ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ ഉടനെ എറണാകുളത്തേക്കും വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാകാനായിട്ട് ഇങ്ങനെയെങ്കിലും പറ്റിയതിലേക്ക് ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടെ എന്താ പറയുക, ഇന്നിപ്പോൾ നിലവിൽ എത്രയോ ജ്വല്ലറീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? എല്ലാവരും പേടിക്കുന്ന തരത്തിലുള്ള എല്ലാവർക്കും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യട്ടെ ശാന്തം റോയൽസ്. നല്ല കോമ്പറ്റീഷനാണ്. അതെ, നല്ല വിജയത്തിൻ്റെ മുന്നോടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പേർക്കും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. അപ്പം നാളെ ആർക്കായാലും ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആരും സമ്പന്നരായിട്ട് ജനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സമ്പന്നരായിട്ട് ജനിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഞാൻ വലിയ സമ്പന്നരായിട്ട് ജനിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ സമ്പന്നത തീർന്നില്ലേ? അപ്പം യൂസഫ് അലി എന്ന് പറയുന്ന ഒരാൾ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. പുള്ളി 1 വർഷം കൊണ്ടുണ്ടായ ആളല്ല. അപ്പോൾ ഇന്ന് കാണുന്ന യൂസഫ് അലിയായിട്ട് നിങ്ങൾ കാണുമ്പോൾ പുള്ളി ഉണ്ടാകുന്നൊരു ടൈമെന്ന് പറയുന്നത് ഒരു 46 ഇയേഴ്സിൻ്റെ ജേണിയാണ്. അപ്പം നമുക്കൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല, നമുക്ക് തരത്തില്ല. പക്ഷെ നമ്മൾ നേടേണ്ടത് നമ്മൾ നേടുക തന്നെ വേണം. യാത്രയിൽ നമുക്കുണ്ടാവുന്നത്, നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക, നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോട് നീതി പുലർത്തുക, വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക. ബിസിനസ് എന്ന് പറയുന്നത് അഭിപ്രായം സ്വാതന്ത്ര്യമുള്ളതല്ല. ബിസിനസ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സ്വാധീനം മനസ്സിലാക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളിലും ഒരുപാട് അഭിലാഷ് ബാലകൃഷ്ണന്മാരുണ്ടാവും. അപ്പം കയറി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഉദാഹരണം ഞാൻ തന്നെയാണ്.
നമുക്ക് വീണ്ടും വീണ്ടും കാണാം. കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അഭിലാഷ്, താങ്ക് യു താങ്ക് യു സോ മച്ച്, താങ്ക് യു.